അതിൻ്റെ അന്തരാർത്ഥവും സാംസ്കാരികമായ പ്രത്യേകതകളെയും എങ്ങനെ തിരിച്ചറിയാം? അതേ സംഭവം വ്യത്യസ്തമായ സംസ്കാരത്തിൽ വ്യത്യസ്തമായി ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വരാം. അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നത്, അതായിരിക്കണം ഉദ്ദേശിച്ചത്. കവി മനസ്സ് പലപ്പോഴും എഴുതുന്ന ആളായാലും പറയുന്ന ആയാലും അവരുടെ മനസ്സിൽ എന്താണോ പ്രാദേശികമായിട്ട് കേട്ടിട്ടും കണ്ടിട്ടും പരിചയിച്ചിട്ടുള്ളത് അതെടുത്തിട്ടാണ് സംസാരിക്കുക. അതിനകത്ത് സയൻസ് ഉണ്ടാവാം, ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ചില അർത്ഥങ്ങൾ ഉണ്ടാവാം. അത് വേറെ കുറേ കാലം കഴിയുമ്പോൾ ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഇതെന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഇപ്പം ഞാൻ ചെല്ലൊരു ശ്ലോകം ഉദാഹരണം എടുത്തിട്ട് പറയാം. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷൂരുന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര എല്ലാവരും ചെല്ലാറുണ്ട്. എല്ലാവർക്കും അതിൻ്റെ അർത്ഥം ഏകദേശം അറിയാം. അടുത്ത ശ്ലോകമാണ് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷൂരുന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതിനൊരു അന്തരാർത്ഥമുണ്ട്. അത് ആ ഒരു ഭാരതീയ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്ന അന്തരാർത്ഥമാണ്. ഭാരതീയ സംസ്കാരത്തെ മാത്രമല്ല, ഭാരതീയമായ അന്നുണ്ടായിരുന്ന കഴിവിൻ്റെ ഉള്ളടക്കം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ശാസ്ത്രീയപരമായ വികസനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ ശ്ലോകമായിട്ട് വേണമെങ്കിൽ തന്നെ ഉദാഹരണ സഹിതം പറയാൻ പറ്റും. അജ്ഞാന തിമിരാന്തസ്യ. അജ്ഞാനം എന്നത് തിമിരമാണ്, കാഴ്ചക്കുറവാണ് അജ്ഞാനികൾക്ക് ഉണ്ടാവുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല അവർക്ക്. എന്ത് രസമെന്ന് ഒറ്റ ശ്ലോകത്തിൽ അജ്ഞാന തിമിരാന്തസ്യ. തിമിരം എന്ന് പറഞ്ഞാൽ അറിയാം, കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ കഴിവുണ്ടാവില്ല. ആർക്കാ കഴിവില്ലാണ്ടിരിക്കുക? അജ്ഞാനുള്ളവർ. അജ്ഞാന തിമിരാന്തസ്യ. അതിപ്പോഴും എപ്പോഴും ഒരേപോലെ മനസ്സിലാവുന്ന കാര്യമാണ്. അടുത്ത ശ്ലോകത്തിൽ കുറേ സയൻസ് ഉണ്ട്. ജ്ഞാനാഞ്ജന ശലാകയ. അതൊരു കൺമഷി പോലൊരു മരുന്നാണ്. എന്ത്? ജ്ഞാനം. ആ ജ്ഞാനം കൺമഷി പോലെ പെരട്ടിയാൽ അജ്ഞാനം ഇല്ലാണ്ടാവും. ഇത് ഇത്രയും പറഞ്ഞ് നിർത്താൻ വേണമെങ്കിൽ. പക്ഷേ അതിനുള്ളൊരു സയൻസ് ഉണ്ട്. കവി ഇങ്ങനെ എഴുതണമെങ്കിൽ അന്ന് കാലത്ത് തിമിരത്തിന് മരുന്നായിട്ട് കൺമഷി ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് നടത്തും. ഇപ്പില്ല, ഇപ്പം സർജറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കവിത എഴുതുന്ന കാലത്ത് കവിക്ക് അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടാവണമെങ്കിൽ അയാൾ കേട്ട് പഴകിച്ചിട്ടുള്ളതേ കവിതയായിട്ട് വരുന്നു. അതിന് ഇംഗ്ലീഷിലൊക്കെ സിമിലി എന്ന് പറയാം. ഏത് പോയറ്റും സിമിലി എടുത്തിട്ടാണ് എക്സാമ്പിൾസ് ആയിട്ട് വിശകലനം ചെയ്ത് എഴുതുക. അപ്പോൾ ഈ എഴുതിയ കാലം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. ആ കാലത്ത് ഒരു കൺമഷി പോലെ ഒരു മരുന്ന് പുരട്ടിയാൽ തിമിരം മാറിയിരുന്നു എന്നർത്ഥം. അതാരാ ചെയ്യുന്നത്? ചക്ഷൂർ ഉന്മീലിതമ്മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് പുരട്ടി കൊടുക്കുന്ന ആളാണ് ഗുരു. എന്ന് വെച്ചാൽ നല്ല കാഴ്ച ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളെ ഗുരു എന്ന് വിളിക്കണം. ആ ഗുരുവിന് ഞാൻ നമസ്കാരം പറയുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്ലോകമാണ്. പക്ഷെ അതിനകത്ത് അന്തരാർത്ഥം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ എത്ര സംസ്കാരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിവരമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അന്ന് തിമിരം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നില്ലാന്ന് വിചാരിക്കും. തിമിരം എന്ന് പറഞ്ഞ അസുഖം ലോകത്തേ ഇല്ല, കേട്ടിട്ടേ ഇല്ല. ഈ ശ്ലോകത്തിനൊരു അർത്ഥവും ഇല്ലാണ്ടാവുന്നത്, പറഞ്ഞാൽ മനസ്സിലാവൂല്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. അത് കേൾക്കാത്തൊരു അസുഖമാണെങ്കിൽ ആർക്കും തിമിരം എന്ന് പറഞ്ഞാൽ അസുഖം ഇല്ലാത്തൊരു കാലത്ത് ഇതിന് എക്സ്പ്ലനേഷൻ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് എളുപ്പം പറയാൻ പറ്റും, കാരണം എല്ലാവർക്കും അറിയാം തിമിരം എന്താണ്. അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് സാംസ്കാരികമായ പ്രത്യേകതകളും അന്തരാർത്ഥങ്ങളും എങ്ങനെയാണ് വേർതിരിച്ചറിയുക? വളരെ വ്യക്തമായിട്ട് വേർതിരിച്ചറിയാം. ഓരോ ഉദാഹരണങ്ങൾ എടുത്താൽ കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ മിക്കവാറും കവിതകളിലാണ് നിൽക്കുക. കാരണം കവിതകളാണ് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ള നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും കവിതകളിലേ ഉണ്ടാവുള്ളൂ, ശ്ലോകങ്ങളിലേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പ്രോസോ ഒരു 2-3 പാരഗ്രാഫ് ബൈ ഹാർട്ട് പിടിച്ചിട്ട് പറയാൻ ആർക്കും പറ്റാറില്ല. അപ്പം അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ടുള്ള അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം സാധാരണ കവിതകൾ എടുത്താൽ, ശ്ലോകങ്ങളൊന്നും വേണ്ട, കവിതകൾ തന്നെ എടുത്താൽ മേഘസന്ദേശത്തിൽ കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട് ഹിമാലയത്തെക്കുറിച്ചൊക്കെ.
ഓരോരോ ചോലവൃക്ഷങ്ങളോട് വനിസുധസ്നാന സംശുദ്ധമാം തണ്ണീരോലും രാമഗിരിയാശ്രമനിരയിൽ അലഞ്ഞിടിനാന്യക്ഷനേകൻ. കുഞ്ഞുകുട്ടൻ ട്രാൻസ്ലേഷനാണ്. അതിന്റെ ഒറിജിനൽ സംസ്കൃതം യക്ഷചക്രേ ജനകതനയ സ്നാനമുന്യോദകേഷു കശ്ചിൽ കന്ദാവിരഹ ഗുരുണ സ്വാധികാര പ്രമത്തശാപേനസ്തംഗമിതം. അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അത് വർണ്ണിക്കുന്ന സമയത്ത് ഹിമാലയത്തിൽ സീത നടക്കുന്ന സമയത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ട് മരങ്ങള് ഓരോരോ ചോലവൃക്ഷങ്ങളോട് അവന് സുധാ സ്നാന സംശുദ്ധമാം തണ്ണീരോലും രാമഗിരിയാശ്രമനിരയിൽ അലഞ്ഞിടുന്നത്. ആ കാടിനെ വർണ്ണിക്കുമ്പോൾ മരങ്ങളുടെ ഇത്ര അടുത്തായിരുന്നു. അതിനിടയിലൂടെ സീതക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, കുളിക്കാൻ പോകാനും. അപ്പൊ അതെന്താ വർണ്ണിക്കണത്? ആ കാലത്ത് ടിബറ്റിൽ നിറച്ചും മരങ്ങളായിരുന്നു എന്നർത്ഥം. ഇന്നോ ടിബറ്റിൽ ഒരു പുല്ല് പോലും ഇല്ല. പുല്ല് പോലും എന്ന് പറഞ്ഞാൽ ഒരു പകുതി പുല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ഭയങ്കര കാറ്റാണ്. പുല്ല് വളർന്നു വരുമ്പോഴത്തേക്കും കാറ്റടിച്ചിട്ട് പുല്ല് പൊട്ടിപ്പോകും. പൂക്കൾ ഉണ്ടാവും, ചെരിഞ്ഞു കിടന്ന പൂക്കളേ ഉണ്ടാവുള്ളൂ. വിടർന്ന് മുകളിൽ നിൽക്കുന്ന പൂക്കൾ ഉണ്ടാവില്ല. കാരണം വിടർന്ന് വരുമ്പോഴത്തേക്കും കാറ്റ് വന്നിട്ട് ചെരിഞ്ഞു പോകും. ഇത് കാണുന്ന വേറെ രാജ്യം ഇവിടെ ഉണ്ടാവില്ല, ടിബറ്റിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആ രാജ്യം അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയായിരുന്നു. അതൊരു സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത കുറേ ശ്ലോകങ്ങൾ എടുത്ത് നമുക്ക് പഴയ പുരാണങ്ങളിലായാലും ഇതിഹാസങ്ങളിലായാലും കവിതകളിലായാലും ഒക്കെ ചരിത്രം പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കവിതകളാണ്. അങ്ങനെ കുറേ കാണാം. ഇതിഹാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് വ്യക്തമാക്കാമോ? എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ഒന്നെടുത്ത് പറഞ്ഞിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ സാധാരണ പറയുന്ന ക്രമത്തിലല്ല ഞാൻ പറയാം, കുറച്ച് തിരിച്ചാ പറയാം. കാമം, സാധാരണ കാമം ആദ്യം പറയാറില്ല, അർത്ഥം കാമം എന്നാ പറയാം. പക്ഷെ ഞാൻ കാമം അർത്ഥം ആ രൂപത്തിലാണ് പറയാം. എൻ്റെ ആഗ്രഹങ്ങൾ അതെന്തായാലും അതാണ് കാമം. അത് സഫലീകരിക്കാൻ എനിക്ക് വേണ്ടതാണ് അർത്ഥം. ആ അർത്ഥം രണ്ട് തരത്തിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ധാർമ്മികമായിട്ട്, ഒന്ന് അധാർമികമായിട്ട്. ധാർമ്മികമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് മോക്ഷം, അല്ലാണ്ട് മരിച്ചു കിട്ടുന്നതല്ല. ഇങ്ങനെയാണ് പുരുഷാർത്ഥത്തെ ഞാൻ വിശകലനം ചെയ്യാറ്. അത് കുടുംബജീവിതത്തിൽ അത്യാവശ്യമായിട്ട് എങ്ങനെ ഫലിക്കുന്നു ഇപ്പം പറഞ്ഞു എൻ്റെ അറിവ് വെച്ച്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഒരു അസൽ ചെയർ വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് സിംഗപ്പൂരിൽ പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതിനെ കാമം തന്നെ പറയാം. കാമം എന്ന് പറഞ്ഞാൽ സെക്സ് നല്ല അർത്ഥം. എന്ത് ആഗ്രഹങ്ങളെയും കാമം എന്നാണ് പറയുന്നത്. അപ്പോൾ സിംഗപ്പൂരിൽ പോകണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാനത് കാണുന്നവരോടൊക്കെ പറഞ്ഞു എനിക്ക് പോകണം. പക്ഷെ എൻ്റെ അടുത്ത് കാശില്ല. അതിനുള്ള അർത്ഥം എൻ്റെ അടുത്തില്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം. അർത്ഥം ധനം എന്നുള്ളതിൽ ധനം മാത്രം വേണമെന്നില്ല, പല തരത്തിലും അർത്ഥം ആർജിക്കാൻ പറ്റും. കാരണം സിംഗപ്പൂരിൽ പോകാനുള്ള മാർഗം, എൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള ഒരാൾ പറഞ്ഞു, പേടിക്കേണ്ട സാറേ, ഞാൻ ഒരു 4-5 പ്രഭാഷണം ഇവിടെ ഏർപ്പാടാക്കി തരാം. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ട പൈസ ഇല്ല. അപ്പോൾ എൻ്റെ പ്രഭാഷണമാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ചില സ്വാമിമാരുണ്ട്, സ്ഥിരം സിംഗപ്പൂരിൽ പോകുന്ന സ്വാമിയുണ്ട്. ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന സ്ഥലം സിംഗപ്പൂരാണ്. അതും ആരും വിളിക്കണില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വേറെ ആരുടെങ്കിലും പറയും ഒന്ന് എന്നെ സ്പോൺസർ ചെയ്യും ചോദിച്ചടക്കാം. ഇതും ആരും ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ പ്രശസ്തിയോ എൻ്റെ വിദ്യയോ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന് വിൽക്കാൻ പറ്റുക. ഒന്ന് പ്രശസ്തി വിൽക്കാം, എന്നിട്ട് ടിക്കറ്റ് മേടിക്കാം. 2 വിദ്യ വിറ്റിട്ട് ടിക്കറ്റ് മേടിക്കാം. 3 നേരിട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് മേടിക്കാം. 1 ധനം, നേരിട്ട് കിട്ടുന്ന കാശ്. 2 അറിവ് കൊണ്ടുണ്ടാവുന്ന കാശ്. 3 ഫെയിം കൊണ്ടുണ്ടാവുന്ന കാശ്. ഇപ്പൊ ഷാരൂഖ് ഖാനെ ഏതെങ്കിലും ഒരു സിൽക്ക് സാരി ഷോറൂം തുറക്കാൻ വേണ്ടി വിളിക്കുന്നു. അയാൾക്ക് കഴിവുള്ളത് കൊണ്ടോ ധനവാനായതുകൊണ്ടോ അയാൾക്ക് വിദ്യ ഉള്ളത് കൊണ്ടോ അല്ല വിളിക്കുന്നത്, അയാൾ ഫേമസ് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടാം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടും എനിക്ക് നേടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മോഷ്ടിക്കല് രക്ഷയുള്ളൂ. ഞാൻ മോഷ്ടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൊണ്ട് പോകുന്നതൊക്കെ ധാർമ്മികമായിട്ടുള്ളതാണ്, കുഴപ്പമില്ല, ചെയ്യാം. മോഷ്ടിച്ചിട്ട് പോകുന്ന സമയത്ത് അത് അധാർമികമായിട്ട് സിംഗപ്പൂർ. ഞാൻ എന്തിനാണ് സിംഗപ്പൂരിൽ പോണത്? അത് കണ്ട് ആസ്വദിക്കാനാണ്. ഞാൻ കുറച്ച് സാത്വികത ബാക്കിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഈ കട്ട കാശ് കൊണ്ട് സിംഗപ്പൂരിൽ പോയാൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. ഞാൻ എന്തിനാണോ ആഗ്രഹിച്ചത് അതിനുള്ള മാർഗം കണ്ടെത്തി, പക്ഷെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കാതെ പോകും. കാരണം തിരിച്ചു വരണമല്ലോ.
എനിക്ക് ഉറപ്പാണ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ആൾ റെഡിയായിട്ട് എയർപോർട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എൻ്റെ അർത്ഥം നേടുന്ന മാർഗം ധാർമ്മികമല്ലെങ്കിൽ, അധാർമികമാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടാതാവും. ധാർമ്മികമാണെങ്കിൽ മോക്ഷം കിട്ടും. അത് കുടുംബത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്തരം ജീവിതം എങ്ങനെ വേണം, എങ്ങനെയാണ് ധർമ്മം കൊണ്ടു നടക്കേണ്ടത് എന്നൊക്കെ നമ്മളെ വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഇതിഹാസ പുരാണങ്ങളിൽ. ഇത് പുരുഷാർത്ഥങ്ങളെ വെച്ച് പറയുമ്പോൾ. ഇന്നലെ മഹാഭാരതത്തിലെ ഒരു കഥ എടുത്തു. അതാ മഹാഭാരതത്തിൽ 2 കസിൻ ബ്രദേഴ്സാണ്. അവർ തമ്മിലുള്ള കുഴപ്പമാണ് മഹാഭാരത യുദ്ധം. രണ്ടാളും ഒരേ പാലസിൽ ജനിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ്. ഒരേ തറവാട്ടിലാണ് ജന്മം. നമ്മളൊക്കെ പലപ്പോഴും പറയും ഈ ജന്മം കൊണ്ട് മനുഷ്യന്മാർ നന്നാവുന്നു. ജന്മം കൊണ്ടൊന്നും വലിയ ആൾക്കാരും നന്നായിട്ടൊന്നുമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കാണിക്കാൻ വേണ്ടിയാണ് മഹാഭാരതം എഴുതിയെന്ന് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. ഇനി നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചാൽ വലിയ കേമനാവുന്നുള്ളൊരു ഉദാഹരണമുണ്ട്. ഞാൻ പഠിച്ചത് നടുവിൽ ഹൈസ്കൂളാണ്. അവിടെ കുറേ പേര് പഠിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പാർട്ടീഷൻ പോലും ഇല്ലാത്ത സ്കൂൾസിന്റെ കോമ്പൗണ്ട് വാളും ഒന്നും ഇല്ലാത്തൊരു സ്കൂളിൽ പോയാലും പോയില്ലെങ്കിലും എണ്ണം പോലും എടുക്കാത്ത സ്ഥലം. അപ്പോഴൊക്കെ തോന്നാറുണ്ട് നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ആണെങ്കിൽ നല്ല ഇംഗ്ലീഷ് പറയായിരുന്നു. എന്നിട്ടിപ്പോ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതിയ ആൾക്കാരെ എഴുതാനേക്കാളും നന്നായിട്ട് ഇംഗ്ലീഷിൽ പോയിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ എവിടെ പഠിച്ചു എന്നുള്ളതല്ല, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. കാരണം ധർമ്മപുത്രരെയും ദുര്യോധനെയും പഠിപ്പിച്ചത് ഒരേ പ്രൊഫസറാണ്. ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അവർ രണ്ടാളും പഠിച്ചത്. രണ്ടാൾക്കും ഒരേ അസൈൻമെന്റും ഒരേ പരീക്ഷയും ഒക്കെ കൊടുത്തത്. എന്നാൽ ദുര്യോധനൻ മോശം സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ധർമ്മപുത്രരെക്കാളും അസൈൻമെന്റ് കൊടുത്താൽ മാർക്ക് അധികം കിട്ടുന്നത് പലപ്പോഴും ദുര്യോധനായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിശക്തി ഉള്ളതാണ്. പക്ഷെ എന്ത് പറ്റി? ആരോടാണ് കൂട്ടുകൂടിയത് എന്നനുസരിച്ചിട്ടാണ് സ്വഭാവം മാറുന്നത്. ഇതിഹാസ പുരാണങ്ങളിൽ ജീവിതത്തിൽ എന്താണ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാനുള്ളതെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണത്. അപ്പൊ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അവൻ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്നുള്ളതാണ്. ഒരാളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവന്റെ കൂട്ടുകെട്ടാണ് എന്ന് നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാവുന്നത് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അച്ഛനെക്കാളും അമ്മയ്ക്കാണ്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ദുഃഖിതയായ, ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധാരിയാണ്. മക്കളെ കൊണ്ട് കരച്ചിൽ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. കുന്തി ദുഃഖം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറയാറുണ്ട്. പക്ഷെ ആ ആഗ്രഹത്തിന്റെ പിന്നിലും സന്തോഷത്തിന്റെ ഒരു അംശമുണ്ട്. കാരണം എന്താ വെച്ചാൽ എപ്പോൾ ദുഃഖിക്കുന്നു അപ്പം ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കും, അപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെടും, അപ്പം എനിക്ക് സന്തോഷിക്കാന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. പക്ഷേ ഗാന്ധാരി അങ്ങനെയല്ല. നല്ല വിഷമമുണ്ട്. കാരണം മക്കളെ പറ്റി കുറ്റം. ഇപ്പോഴും നമ്മൾ ഉദാഹരണം പറയുന്നത് ധർമ്മപുത്രനും ദുര്യോധനും എടുത്താൽ ദുര്യോധനം മോശം ആളാണ്, ധർമ്മപുത്രൻ. ഏതെങ്കിലും അമ്മക്ക് സഹിക്കുമോ മക്കൾ ചീത്തയാന്ന് പറഞ്ഞാൽ? അതും എത്ര വർഷങ്ങൾക്ക് ശേഷം, 5400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ പറയുന്നു നിങ്ങളുടെ മോൻ മോശമാണ്. അത് കേൾക്കേണ്ട ഗതി ഉണ്ടാകുന്ന ഒരു അമ്മയുടെ കാര്യം ആലോചിച്ചു. എന്നാലോ കസിൻ ബ്രദേഴ്സൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. ഇത് ഗാന്ധാരി പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ മകനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്കേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ എനിക്ക് നന്നായി കൂടി, നിന്റെ കസിൻ ബ്രദേഴ്സിനെയൊക്കെ കണ്ടില്ലേ? ഇന്ന് നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം. അപ്പോ ദുര്യോധനൻ പറയുന്നൊരു ഉത്തരവുണ്ട്, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. അമ്മയെ ധർമ്മം എന്താണെന്ന് എന്നെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇന്നതൊക്കെയാണ് ധർമ്മം. നജമേ പ്രവൃത്തി, ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ. ജാനാമ്യധർമ്മം, അധർമ്മം എന്താണെന്നും എനിക്കറിയാം. ഒരു മകൻ്റെ ഒരു അമ്മയോടുള്ള ഉത്തരം എന്ന് ആലോചിച്ച് നോക്കുക. അമ്മ എനിക്കറിയാം, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം, അധർമ്മം എന്താണെന്നും എനിക്കറിയാം, നജമേ നിവൃത്തി, എനിക്കത് ചെയ്യാൻ പറ്റണില്ല. എൻ്റെ അമ്മ വേണ്ടാന്ന് വെച്ചിട്ടല്ല, പറ്റണില്ല എനിക്ക്, ഞാൻ എന്താ ചെയ്യാം? എന്താ കാരണം? കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. കേനാപി കാമേന ഹൃദിസ്ഥിതേന, എൻ്റെ ഹൃദയം നിറച്ചും കാമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ആഗ്രഹങ്ങൾ കൊണ്ട്. ആ ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും അന്ധനായി. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല, ഇത് എൻ്റെ ജന്മം ഇങ്ങനെയാണ്. ഒന്ന് ഒരു മകൻ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കും. മഹാഭാരതത്തിൽ ടച്ചിങ് ആയിട്ട് കുറേ ശ്ലോകങ്ങളുണ്ട്.
ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമി. ആരാ പറയണമെന്ന് ആലോചിച്ചോക്കണം. രാജാവാണ്. അമ്മയോട് പറയുന്നത്, അമ്മയുടെ മുമ്പിൽ കരയും. കാരണം അമ്മ പറയാണ്, മോനെ നീ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവൂ, ഈ സ്വഭാവം ഒന്ന് നിർത്തൂ, പറ്റണില്ല അമ്മ. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോചി തഥാ കരോമി. ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഓരോ ഇതിഹാസ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ ജീവിതത്തിൽ പഠിക്കാൻ 100 കാരണങ്ങൾ. ഇനി മഹാഭാരതം മാത്രം എടുത്ത് പറഞ്ഞൊന്നും വേണ്ട, അതിനു മുമ്പുള്ള നമ്മുടെ ഈ രാമായണം എടുത്തു നോക്കാം. രാമനെ പൂർണ്ണമായിട്ടും സഹായിച്ചത് വാനരപ്പടയാണ്. നമ്മുടെ ദൈവതുല്യനായ ഒരാൾക്ക് സഹായം ആര് വേണ്ടി വന്നു? ആലോചിച്ച് നോക്കുക. നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതുന്ന വാനരന്മാരാണ് സഹായിച്ചത്. അതിനെ നയിച്ചതോ? വാനരന്മാരുടെ പടയെ നയിച്ചതാരാ? ഹനുമാൻ പോയി അവസാനം നമ്മുടെ ശ്രീരാമനെ കണ്ടിട്ട് ഇപ്പൊ പടയൊക്കെ ജയിച്ചല്ലോ അല്ലേ, നമ്മുടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ജയിച്ചു എന്ന് പറയുമ്പോ രാമൻ അറിയാതെ പറയണം. എന്ത് പറയണം? എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ട്, ഇനി നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് വന്നോളൂ. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയാം. നമുക്ക് ആരെങ്കിലും ഒരാൾ ഉപകാരം ചെയ്താൽ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നൊരു വാക്കാണത്. രാമായണത്തില് യുദ്ധം കഴിഞ്ഞ് രാമനെ കാണാൻ വന്ന സമയത്ത് അഞ്ജനേയനോട് കൈകൂപ്പി നിൽക്കുന്ന അഞ്ജനേയൻ്റെ അടുത്ത് രാമൻ പറയാൻ തുടങ്ങുന്നതും നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന വാക്കാണ്. എന്നെ സഹായിച്ചു, വളരെ സന്തോഷമുണ്ട്, നീ കാരണമാണ് ഞാൻ യുദ്ധം ജയിച്ചത്, അല്ലെങ്കിലും അങ്ങനെയൊക്കെ പറയണമല്ലോ. അതൊക്കെ പറഞ്ഞു രാമൻ. അടുത്ത സെന്റൻസ് നമ്മളൊക്കെ പറഞ്ഞു പോകുന്ന സെന്റൻസ് ആണ്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് വന്നോളൂ. ഒരു ഭഗവാൻ ഒരു ഭക്തനോട് എൻ്റെ അടുത്ത് ആവശ്യം വന്നാൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്നു മുതൽ അയാൾക്ക് പ്രാരബ്ധം വന്നു എന്നാണ്, വിഷമം വന്നു എന്നാണ്. കാരണം അത് വരുമ്പോഴേ ഭഗവാന്റെ അടുത്ത് നമ്മളോട് പോകാറുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഇതറിയുന്ന കവി ഈ ഡയലോഗ് പൂർണ്ണമായിട്ടും നാടകത്തിൽ പറഞ്ഞു തീർത്തില്ല. മുമ്പിൽ നിൽക്കേണ്ട പറഞ്ഞ് പകുതിയാകുമ്പോഴാണ് കവി അതിനിടയിൽ കട്ട് ചെയ്യണം. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി. കവിയുടെ ഒരു ഫിലോസഫി അവിടെ പറഞ്ഞു നിർത്തുകയാണ്. കാരണം അത് പറഞ്ഞു തീർക്കരുതെന്നാണ്. നരപ്രത്യുപകാരാർത്ഥി, പ്രത്യുപകാരം ചെയ്യാനുള്ള ഒരു മാർഗം തേടിയിട്ട് നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ, അങ്ങനെയാണല്ലോ, വിപത്തിം അഭികാംക്ഷതി, വിപത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവന് തുല്യമാണ്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ നമ്മളോട് പറയാതെയായിരിക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ കണ്ടോളൂ. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് പോലീസ് കേസ് പെട്ടേന്നാണ്. അഡ്വക്കേറ്റ് പറഞ്ഞു വിചാരിക്കും ഇടയ്ക്ക് വരണം കേട്ടോ, ഡോക്ടർ പറഞ്ഞു വിചാരിക്കും എന്നാ കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പൈസ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞു വിചാരിക്കും. നിങ്ങൾക്ക് ധനത്തിന് വിഷമം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ കടം മേടിക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഗുരു എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം വേണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കണം? എന്നെ കൊണ്ട് ഇയാൾക്ക് ഒരു ഉപകാരം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്ത് നല്ല ഫിലോസഫിയാന്ന് ആലോചിച്ചു നോക്കും. നര പ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി. എപ്പോഴാണോ പ്രത്യുപകാരം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ ആരുടെത്തെങ്കിലും ഒരു വാക്ക് പറയുന്നത്, അത് പറയാനുള്ള ഗതി ഉണ്ടാവരുത് നമുക്ക്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരും നമ്മളോട് ബന്ധപ്പെടുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തമായിട്ടുള്ളവരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കുടുംബജീവിതത്തില് മക്കള് എന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് തോന്നുന്ന ഓരോ അച്ഛനും അമ്മയും പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഞാൻ വന്നാലേ നടക്കുള്ളൂ, ഞാൻ വിളിച്ചാലേ നടക്കുള്ളൂ എന്നൊക്കെ തോന്നുന്നവർക്ക് തോന്നേണ്ട കാര്യമാണ്. ഞാനില്ലെങ്കിലും ഐ ആം ഇൻഡിസ്പെൻസിബിൾ ആണെന്നുള്ള തോന്നൽ മാറണം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മരിച്ചപ്പോഴും ഇന്ത്യക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പം നാളെ ഞാൻ ചത്തുപോയാലും എൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2 ദിവസം വേണമെങ്കിൽ കറിയായിരിക്കും. പിറ്റേ ദിവസം ഇഡ്ഡലി കഴിക്കുമ്പോഴും ചട്നിക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കുറവാന്ന് പറയും അല്ലേ? അത്രയ്ക്കേ വിഷമമുണ്ടാവുള്ളൂ. അത് ആര് പോയാലും അങ്ങനെ. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം. ഇതൊക്കെ പഠിക്കണം, നമ്മൾ പഠിക്കുന്ന അങ്ങനെയാണ്. തൃശ്ശൂര് കുറേ കാലം മുമ്പ് ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എന്നോട് അന്ന് ശിവന്റെയും കഥയൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതെ, ഇതുകൊണ്ടൊക്കെ നമുക്കെന്താ പഠിക്കാനുള്ളത്?
അപ്പൊ നമ്മൾ ശിവന്റെ കാര്യങ്ങൾ നോക്കി നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മോന് ഞാൻ കാർ മേടിച്ചു കൊടുത്തു, മറ്റേ മോന് മോട്ടോർ ബൈക്ക് മേടിച്ചു കൊടുത്തുള്ളൂ. അവരെപ്പോഴും അടിപിടിയാവും. അച്ഛാ എനിക്കും കാർ മേടിച്ചാന്ന് പറയും ആശു. ശിവനെ നോക്കിയാൽ മതി. ഗണപതിക്ക് കൊടുത്തത് അയാൾക്ക് പറ്റിയ വാഹനയല്ല, മറ്റേ ആൾക്ക് കൊടുത്തത് ചെറിയ മനുഷ്യനാണ്, പക്ഷെ വലിയ വാഹനമാണ് കൊടുത്തത്. എന്നിട്ട് എങ്ങനെയാ അദ്ദേഹം ലോകത്തിന്റെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നടന്നത്? ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധ ഉണ്ടായില്ല. അവർ പലപ്പോഴും അടിപിടി കൂടുകയും കംപ്ലൈന്റ് ആക്കുകയൊക്കെ കേട്ടിട്ടില്ലേ? ശിവന്റെ വാഹനവും ഭാര്യയുടെ വാഹനവും തമ്മിൽ അടുക്കുകയില്ല. ശിവന്റെ തലയിലുള്ള ജീവിയും പിന്നെ മറ്റേ മകന്റെ വാഹനവും തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. ആലോചിച്ച് നോക്കുക. എലി, പാമ്പ്, മയില്, കാള, പിന്നെ ഇതൊക്കെ കൂടി ജീവിക്കുന്ന ഒരു അസൽ സൂലാണ് ജീവിക്കുന്നത്. ആര്? ശിവൻ. എന്നിട്ടോ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് ആലോചിച്ചു. മക്കൾ തമ്മിൽ ശണ്ട കൂടും, അവർ തമ്മിൽ അടിപിടി കൂടും. എന്നാൽ ഗണപതി എൻ്റെ മോനല്ല പിന്നെ എന്ന് ശിവന് നന്നായിട്ട് അറിയാം. പാർവതിയുടെ മാത്രം മകനാണ്. എന്തൊക്കെയാണ് കഥകൾ. ഇനി ഗംഗ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അല്ലേ? ശ്രീകൃഷ്ണന് അതിനേക്കാളും കഷ്ടപ്പിടിച്ചത്. ചൂടും പൂവിനു തല്ലുകൂടും ഇരുവർ ധാരങ്ങളും. 2 ഭാര്യമാര് അന്യനും, ഭാര്യയല്ല കാമുകയും ഭാര്യയും തമ്മിൽ അടിപിടിയാണ് എപ്പോഴും. എന്നാൽ ഭാര്യന്റെ പേര് സഫിക്സും പ്രിഫിക്സും ഒന്നും ചെയ്തിട്ടില്ല. രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ രാധ ഭാര്യയല്ലാന്ന് നമുക്കൊക്കെ അറിയാം. ഭാര്യ അല്ലാത്ത ഒരാളെയാണ് പേരോട് കൂടി എടുത്തു വെച്ചിരിക്കുന്നത്. എങ്ങനെ ഏത് ഭാര്യ സഹിക്കുന്നത്? ഇതൊക്കെ സഹിക്കുന്നവരാണ്. പിന്നെയോ കള്ളും കുടിച്ചാടി നടക്കും ജ്യേഷ്ഠൻ. നമുക്കൊക്കെ കള്ളു കുടിച്ച് നടക്കുന്ന ഒരു ബ്രദർ ഉണ്ടെങ്കിൽ പോരെ സഹിക്കാൻ? ആലോചിച്ച് നോക്കിയാൽ കൃഷ്ണന്റെ ഗതി ഇല്ലേ? നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നല്ല നിലയിൽ ജീവിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രസ്റ്റീജ്. അതിന് സഹായിക്കുന്നതാണ് നമ്മുടെ കഴിവ്. കൃഷ്ണൻ ചെയ്തതോ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവന്മാരെ കാട്ടിലേക്ക് അയക്കുക ചെയ്തത്. അതിന് കാരണക്കാരൻ കൃഷ്ണൻ തന്നെയാണ്. കാട്ടിലലയും ബന്ധുക്കളും തോഴരും. കൃഷ്ണന് തന്നെ അറിയാം അവസാനം എൻ്റെ ഗതി ഒരു അമ്പിൽ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ജന്മാണത്. കാരണം എന്താ? ഇന്നലെ മോഹനേട്ടൻ്റെ ചോദ്യം ചോദിച്ചു, അടുത്ത ജന്മവും പുനർജന്മൊക്കെ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഞാൻ എൻ്റെ ഒരു കവിതാ ബുക്കാണ് കൊടുത്തത്. ഇതിനകത്ത് ആരോ ഫ്രം ഷാഡോ എന്നൊരു കവിതയുണ്ട്. ആരോ ഫ്രം ഷാഡോ എന്നാണ്. ഒരു ജന്മത്തിൽ രാമൻ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തെഴുതാൽ അടുത്ത ജന്മത്തിൽ അടുത്ത യുഗത്തിൽ ജന്മം വരുന്നതാണ് കൃഷ്ണൻ. തിരിച്ച ആരോ വരും. ഒളിയമ്പെയ്തുവോ തിരിച്ചത് നമുക്ക് പിന്നെ അടുത്ത ജന്മത്തിൽ കിട്ടും. ഒരു ജന്മത്തിൽ രാമൻ ലക്ഷ്മണൻ എന്ന യങ്ങർ ബ്രദറിനെ, പലപ്പോഴും ലക്ഷ്മണന്റെ കുറ്റം കൊണ്ടല്ല ലക്ഷ്മണൻ ഭാര്യ ഉപേക്ഷിച്ച് പോണ്ടി വന്നതൊക്കെ, അതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ മേട്ടം തരുന്നൊരു ഏട്ടൻ ഉണ്ടാവും. ഒരു ജന്മത്തിൽ ഏകപത്നി വ്രതനായിട്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ കാമുകിമാരുടെ എണ്ണം കൂടും. ഇത് ഓരോ ജന്മത്തിലും എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അത് നമ്മൾ ഈ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇതിഹാസ പുരാണങ്ങളില് വേദങ്ങളുടെ തത്വങ്ങള് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ. വേദങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി വരില്ല. അതുകൊണ്ട് വേദങ്ങളിലുള്ള തത്വങ്ങളെ കഥാരൂപത്തിൽ നമ്മളിപ്പോൾ സാധാരണ കഥ വായിച്ച് പറയല്ലേ, ഈ കഥയുടെ സാരം ഇന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ കാതൽ ഇന്നതാണ്. ആ കാതലിന്റെ പൊരുൾ നോക്കിയാൽ വേദങ്ങളിൽ കാണാൻ പറ്റും. പക്ഷെ ഇതിഹാസ പുരാണങ്ങളിൽ കഥകളായിട്ട് ഇങ്ങനെ വരും. കർണന്റെ കവചകുണ്ഡവും അതിന്റെ ദാനവും അതിന്റെ തത്വാർത്ഥം വിശദീകരിക്കാമോ? കർണൻ വളരെ ഈ ഭക്തിയിൽ കുറേ ഡിഫറൻസുകൾ പറയാറുണ്ട്. 9 തരത്തിലുള്ള ഭക്തിയുണ്ട്. ആ ഭക്തിയിൽ ദാനം സിമ്പിളൈസ് ചെയ്തിട്ട് ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്നൊരവസ്ഥ, അത് അമ്മയായാലും ഭഗവാനായാലും എന്തു കൊടുക്കാനും മടിയില്ലാത്ത ഒരു അവസ്ഥ, അത് പ്രതിനിധാനം ചെയ്യുന്നതാണ് കർണന്റെ ദാനശീലം. അത് പലപ്പോഴും അങ്ങനെയാണ്. കർണൻ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. കർണന് കുറേ ആദ്യമായിട്ട് കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് പഠിക്കാൻ പോയി പുറത്താക്കപ്പെട്ട ആള് കർണനാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നില്ലേ, ജാതി മാറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടിട്ട് എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ കഥ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണം നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന ഏത് കഥയുടെയും ഉദാഹരണം എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിൽ കാണാൻ പറ്റും. നല്ല മാഷ കിട്ടിയില്ല, ആവശ്യത്തിനുള്ള മാഷ കിട്ടിയില്ല, ഒട്ടനെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം പിടിക്കപ്പെട്ടു, പ്രശ്നമായി. അറിയാലോ കഥ. അത് കഴിഞ്ഞ് അവസാനം പിന്നെ മത്സരങ്ങൾക്ക് പോകും. മത്സരങ്ങൾക്ക് പോകുമ്പോഴും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് കർണൻ.
ഒരു രക്ഷയില്ല. കല്യാണ സ്ഥലത്ത് പോയപ്പോൾ അപമാനിക്കപ്പെട്ടു, നിന്റെ ജാതി പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ ഏത് ആൾക്ക് പ്രശ്നമുണ്ടായിട്ട് ഏതെങ്കിലും ഒരു പദ്ധതികളിൽ വിഷമിക്കുന്നോ അവരെ ഒട്ടനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ, ഭരിക്കുന്ന ഭരണകൂടം. ഒട്ടനെ ആ സമയത്തുള്ള കുതന്ത്രങ്ങൾ അറിയുന്ന പാർട്ടി പ്രവർത്തകന് തുല്യമാണ് നമ്മുടെ ദുര്യോധനൻ. ഉടനെ ഏറ്റെടുത്തു. കാരണം ഇയാൾ ആകെ ഡിപ്രസ്ഡും വിഷമമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അയാളെപ്പം പിടിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യും. ആർക്ക് വേണ്ടി? ഈ ഗുണ്ടാ സംഘത്തിനെ പിടിച്ചുകൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കേസ് പെട്ടിട്ടുണ്ടെങ്കിൽ പറയും, നിന്നെ ഞാൻ രക്ഷിച്ചെടുക്കാം, നാളെ മുതൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് തീരുമാനിച്ചോളാൻ പറയും. അങ്ങനെ ഏറ്റെടുത്ത കാരണനെ അപ്പൊ ഒരു വാക്ക് കൊടുത്തു, ഞാൻ എന്തും സഹിച്ച് നിന്നെ സെർവ് ചെയ്തോളാം. ഇത് ദാനശീലാണത്. എൻ്റെ പൂർണ്ണമായിട്ടുള്ള ജന്മം ഞാൻ സറണ്ടർ ചെയ്യാണ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് കർണന് ഇത് ചെയ്യാൻ പാടില്ല, പക്ഷെ കൊടുത്തുപോയി ഒരു വാക്ക്, ഞാൻ നിന്റെ ഭാഗത്തുണ്ടാവും. മരിക്കാൻ പോലും തയ്യാറാണ് അമ്മേ, പക്ഷെ എനിക്ക് യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു മകന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ മരിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് കൊടുത്താലേ മരിക്കുള്ളൂ? ഈ കവചകുണ്ടലങ്ങളും ഓരോന്നായിട്ട് കൊടുത്താലേ മരിക്കുള്ളൂ. ഇതൊന്നും ഞാൻ മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാവുമെന്നേ ആരോട് പറഞ്ഞിട്ടുള്ളൂ? ദുര്യോധനോട് പറഞ്ഞിട്ടുള്ളൂ. എപ്പം മരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ടും ചിലപ്പോ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെട്ട് അർജുനനെയൊക്കെ തോൽപ്പിക്കാനുള്ള കഴിവ് കാരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ശാപത്തിന്റെയും ഇതിന്റെയൊക്കെ കഥകൾ നമ്മൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മഹാഭാരത ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ടൊരു, മഹാഭാരത ഈസ് നോട്ട് ബിലീവബിൾ, അൺബിലീവബിൾ മഹാഭാരത എന്നൊരു പുസ്തകമുണ്ട്. ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു മിലിറ്ററിക്കാരൻ എഴുതിയിട്ടുള്ളതാണ്. ഒബേക്കാലം 10-20 വർഷം മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. മഹാഭാരതത്തിലെ ഓരോ കഥകളും എടുത്തിട്ട് ഈ കർണന്റെ കവചകുണ്ടലങ്ങളുടെ കഥയൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയത്? ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് തെറ്റാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതിന് ചെയ്യാൻ എന്താ കാരണം എന്ന് പിന്നെയും വായിക്കുമ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും ഒരു കഥ കേട്ടൊരു ബന്ധമുണ്ടാവും. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കോൺട്രഡിക്ഷൻ ഇല്ലാതെ, അന്യോന്യം പാകപ്പിഴകളൊന്നും ഇല്ലാതെ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് തോന്നുള്ളൂ. അതല്ലാതെ സ്വന്തം കുട്ടിയെ ഏതെങ്കിലും ഒരമ്മ കൊല്ലൂ. എത്രയോ കുട്ടികളെ കൊന്നിട്ടുള്ള കഥ, ശാന്തനുവിന്റെ കഥയൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കും. നമുക്ക് വിചാരിക്കില്ലേ ഗംഗാദേവി ഇത്ര നല്ല സ്ത്രീ എന്നിട്ടോ എന്ത് മഹാഭാവ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ തോന്നലിന് കാരണം വേറെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കണമെങ്കിൽ ഇതുണ്ടാവണം. അങ്ങനെ ഒരു പൊരുൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് കാണാൻ പറ്റും. ഈ സ്വാർത്ഥതയെ വളരെ വിശദമായിട്ട് നമുക്ക് നിസ്വാർത്ഥമായ മനുഷ്യന്റെ ഒരു ജന്മം എന്ന് പറയുന്നതിന് മകുടോദാഹരണമായി നിസ്വാർത്ഥമായ ഒരാളെ സറണ്ടർ ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് അടിമയായിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഏറ്റവും നല്ല കഴിവുള്ള ഒരാൾ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് കർണന്റെ ജന്മം എന്ന് പറയാറുള്ളത്. അത് കുറെ പഠിക്കാനുണ്ട്. മക്കളെ മിസ്ഗൈഡ് ചെയ്യുന്ന മാതാപിതാക്കളോട് മക്കൾ ഏത് രീതിയിൽ പെരുമാറണം? മക്കളെ മിസ്ഗൈഡ് ചെയ്യുന്ന മാതാപിതാക്കളോട് അങ്ങനെ ഉണ്ടാവുമോ? ഗൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ മിസ് പാടില്ലല്ലോ അതിനകത്ത്. മക്കൾ ഏത് രീതിയിൽ ഈ മിസ്ഗൈഡ് എന്ന് തോന്നുന്നത് മിക്കവാറും കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം, കാരണം ഇത്തരം കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഉത്തരങ്ങൾ കൂട്ടിയിട്ടുള്ള ബുക്കാണ് എൻ്റെ ബുക്ക്. ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇതിനകത്തുള്ള ആദ്യത്തെ ഭാഗം തന്നെ ഇതിൻ്റെ ഉത്തരമായിട്ടുണ്ടാവും. എ ജനറൽ മൈൻഡ് സെറ്റപ്പ് ഓഫ് എ പേഴ്സൺ. അത് മലയാളത്തിലാക്കിയിട്ട് പറയാം. 15ാമത്തെ പേജിൽ 1.5. ഇത് ഈ ബുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കേണ്ട ബുക്കല്ല. ഏത് പേജ് തുറന്നാലും അവിടെ വായിക്കാം. ഒന്നും ബന്ധമില്ലാണ്ട് ഓരോ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരമാണ്. അതിൽ ഞാൻ ചിലത് എഴുതും, അതിന് എൻ്റെ കുട്ടികൾ മറുപടി ഇന്റർനെറ്റിൽ എഴുതും. ആ മറുപടിയും ഇതിനകത്ത് തന്നെ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അതിലൊരു ഭാഗം സാധാരണ 4 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഏതാണ്? ഒട്ടന ഉത്തരം ഉറപ്പായിട്ടും പറയും എൻ്റെ അച്ഛനാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വിവരമുള്ള ഒരാളെ അയാൾ കണ്ടിട്ടുള്ളത് അയാളുടെ അച്ഛനായിരിക്കും. 6 വയസ്സുള്ളപ്പോൾ ചോദിക്കുക, അപ്പൊ അവൻ പറയും എൻ്റെ അച്ഛൻ ആരാന്നറിയോ? കുറേ ആളെ എൻ്റെ അച്ഛൻ അറിയാം. കാരണം ഇവന് പരിചയമുള്ളവരൊക്കെ ഇവൻ്റെ അച്ഛൻ പരിചയപ്പെടുത്തിയിട്ടുള്ളവരാണ്. അപ്പൊ അവന്റെ ലോകത്തിൽ പരിചയക്കാർ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും അവന്റെ അച്ഛന്റെ പരിചയക്കാരാണ്. അപ്പൊ അവന്റെ ധാരണ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പരിചയമുള്ള ആള് അച്ഛനാണ്. അമ്മയാവാൻ കേട്ടോ. 10 വയസ്സാകുമ്പോൾ ചോദിക്കുക, അപ്പൊ പറയും മൈ ഡാഡി ഷോർട്ട് ടെമ്പേർഡ്. ഭയങ്കര ദേഷ്യം കേട്ടോ എൻ്റെ അച്ഛൻ. കാരണം അപ്പോഴാണ് ഈ വികൃതി കാണിക്കാതെ അച്ഛൻ്റെ തടി കിട്ടുക. ലോകത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ആളാരെന്ന് ചോദിച്ചാൽ അപ്പൊ പറയും അച്ഛനാണ്.
സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ടാണ് ഈ സ്വഭാവം വരിക. 12 വയസ്സുള്ളപ്പോൾ ചോദിക്കുക, പറയും ഞാൻ ചെറുതാകുമ്പോൾ അച്ഛൻ എന്ത് നല്ല സ്നേഹമായിരുന്നു പറയുമോ, ഇപ്പം അത്രയൊന്നും സ്നേഹമില്ല. കാരണം ഈ ടീനേജ് വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ പറയും എൻ്റെ അച്ഛനെ ശരിക്കും ഭ്രാന്താണ്. ഈ ടീനേജൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളിലും അച്ഛൻ എതിർക്കും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 16 വയസ്സൊക്കെ വേണ്ടി അച്ഛന് ഈ പുതിയ കാര്യങ്ങളൊന്നും നന്നായിട്ട് അറിയില്ല, അത്ര മോഡേൺ അല്ല, ജനറേഷൻ ഗ്യാപ്പ് നല്ലോണം ഉണ്ട് നമ്മൾ തന്നെ. ഒരു 18 വയസ്സാകുമ്പോൾ ചോദിക്കാം, അപ്പൊ പറയാം ശരിക്കും ഭ്രാന്തനെ പോലെ, എങ്ങനെയാണോ എൻ്റെ അമ്മ ഇയാളെ സഹിക്കുന്നത്, കാരണം അവന് ബോധം കുറച്ചും കൂടി കൂടുതൽ വരും. ഒരു 25 വയസ്സാകുമ്പോൾ ചോദിക്കുക, അപ്പോഴാണ് ഒബ്ജക്ഷൻസ് നല്ലോണം വരിക. ഉറപ്പായിട്ടും അവർക്ക് സഹിക്കില്ല അച്ഛന്മാരുടെ സ്വഭാവം. ഇനി ഒരു 30 വയസ്സൊക്കെ ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ആ സമയത്ത് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്, എങ്ങനെയാവോ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് അല്ലേ? ഒരു 2 കുട്ടികളൊക്കെ ഉണ്ടാവണം. അപ്പൊ ചോദിക്കും എങ്ങനെയാവോ എൻ്റെ അച്ഛൻ. നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഒരു 5-6 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ 6 കുട്ടികളൊക്കെ എങ്ങനെയാ നോക്കുക, എനിക്ക് ഒരു കുട്ടീനെ പോലും നോക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഒരു 50 വയസ്സാകുമ്പോൾ ചോദിച്ചു നോക്കുക, വളർത്തിയെടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇപ്പൊ എത്രയാ ചെലവ് അല്ലേ? എഡ്യൂക്കേഷന് ചെലവുണ്ട്, വീടുണ്ടാക്കണം. അച്ഛൻ എത്ര വലിയ വീടാണ്ടാക്കിയേ, ഇത്രയും മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. എനിക്കിപ്പോൾ ഈ ഒരു ചെറിയ വീടുണ്ടാക്കാനും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒന്നും സാധിക്കുന്നില്ലല്ലോ കൃത്യമായിട്ട്. അവരുടെ ആഗ്രഹങ്ങളൊന്നും തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. ചെറുപ്പത്തിലുള്ളതൊക്കെ മറന്നു കിട്ടോ പ്രശ്നം. ഒരു 10-60 വയസ്സാകുമ്പോഴാണ് ചിലപ്പം അച്ഛൻ കൃഷ്ണരാമ ഗോവിന്ദ എന്ന് പറഞ്ഞു പോകുമ്പോൾ അയ്യോ ഞാൻ എൻ്റെ അച്ഛനെ നോക്കാൻ മറന്നുപോയി കേട്ടോ. അച്ഛനും അമ്മയൊക്കെ എന്നെ എങ്ങനെയാ നോക്കിയത് അല്ലേ? എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് നോക്കാനുള്ള അവസരം പോലും കിട്ടിയില്ലല്ലോ. ഉള്ള സ്വത്തൊക്കെ വേണമെന്ന് പറഞ്ഞ് അടിപിടിക്കാനല്ലേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. അപ്പൊ ഈ കഥയുടെ ഇറ്റ് ടേക്സ് 56 years, 56 വർഷം കഴിയുമ്പോഴാണ് 4 വയസ്സുള്ള കുട്ടി എൻ്റെ അച്ഛൻ ഏറ്റവും വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് 60 വയസ്സാകുമ്പോൾ പറഞ്ഞു പോവും നമ്മളൊക്കെ. 56 വർഷം വേണം റിയലൈസ് ചെയ്യാൻ എന്നാണ്. അതിനു മുമ്പ് നമ്മൾ ആരും തിരിച്ചറിയില്ല. ഇതേ പ്രശ്നം രാമനുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ സൈക്കിക് പേഷ്യന്റ് രാമനും ആദ്യത്തെ സൈക്യാട്രിസ്റ്റ് വസിഷ്ഠനുമാണെന്നാണ് ഞാൻ പറയാറ്. രാമൻ പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് അച്ഛന് വിവരമില്ല, രാജ്യം ഇങ്ങനെയൊന്നുമല്ല ഭരിക്കേണ്ടത്. കാരണം ഇയാൾ തിയറി ഫുൾ പഠിച്ചിട്ടാ വന്നതേ. ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ രാജാവ് എങ്ങനെയാവണം എന്നൊക്കെ. ഇതൊക്കെ പുസ്തകത്തിൽ എഴുതാം, പക്ഷെ പ്രാക്ടിക്കലി ഇതൊന്നും നടത്താൻ പറ്റില്ലല്ലോ. അച്ഛന് കാര്യം മനസ്സിലായി, ഇവൻ ശരിയല്ല, ഇങ്ങനെ പോയാൽ അച്ഛനെ നമസ്കരിക്കണം, എല്ലാ ദിവസവും കുളിക്കണം, ഡ്രസ്സ് മാറ്റണം, ഇതൊന്നും ചെയ്യുന്നില്ല രാമൻ. ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അച്ഛനെ ധിക്കരിക്കുക എന്നുള്ളത്. ആ അവസ്ഥ രാമനുണ്ടായിരുന്നു. ഒട്ടനെ പിടിച്ച് സൈക്യാട്രിസ്റ്റിനെ ഏൽപ്പിച്ചു കൗൺസിലിങ്ങിന്. ഡോക്ടർ വസിഷ്ഠൻ വന്നിട്ട് ചികിത്സ തുടങ്ങി. 18 ദിവസം. ഒറ്റ പുസ്തകമേ ഉള്ളൂ, യോഗവാസിഷ്ടം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഉടനെ പറഞ്ഞു രാമ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെയാണ്. പറഞ്ഞപ്പോൾ രാമന് ബോധം വന്നു. തിരിച്ച് 18 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മോനെ. അപ്പൊ എല്ലാ മക്കളെയും പറഞ്ഞേക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ മിസ്ഗൈഡ് എല്ലാ അച്ഛന്മാരും ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഏതൊരു അച്ഛനും അമ്മയും നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ എടുത്തു നടക്കുന്ന അച്ഛനെ അമ്മയൊക്കെ കാണാം. 1 വയസ്സ് 2 വയസ്സ് ഒക്കെയുള്ള ആൾക്കാരെ ഇങ്ങനെ കാണുമല്ലോ. അവരൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാലത്ത് എന്നെയും ഇങ്ങനെ നോക്കിയിരുന്നു എന്നുള്ളൊരു ബോധം ഇടക്കിടക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അത് അത്യാവശ്യം. അത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര വിഷമിച്ചിട്ടുമാണ് നമ്മളെ വളർത്തിയത്. അതിൽ തിരിച്ച് 1,00,000-ൽ 1 അംശം പോലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല അച്ഛനും അമ്മക്കൊന്നും. സത്യം അവർക്കൊന്നും വേണ്ട. നമ്മൾക്കും മക്കളെ നോക്കുന്ന സമയത്ത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത്. ആകെ വേണ്ടത് എന്താ വേണ്ടത്? കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കാൻ സാധിക്കൂ. ഒരു കഥയുണ്ട്. ഒരച്ഛൻ ഇങ്ങനെ ഇരുന്ന് പത്രം വായിക്കാം. അപ്പോഴാണ് ഒരു കാക്ക വന്നിരിക്കുന്നത് ബാൽക്കണിയിൽ. അപ്പൊ അച്ഛൻ പത്രം നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു. മകൻ ലാപ്ടോപ്പിൽ ഇരുന്ന് കാര്യമായിട്ട് എന്തോ ചെയ്യും. 10-35 വയസ്സുള്ള ഒരു മകനാണ്. അച്ഛൻ ഒരു 60-70 വയസ്സുണ്ട്. അപ്പൊ ലാപ്ടോപ്പിൽ ഇരുന്ന് സീരിയസ് ആയിട്ട് ജോലി ചെയ്യുന്ന മകൻ അടുത്തിരിക്കുന്നില്ല. അച്ഛൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. പുറത്തൊരു കാക്ക നിൽക്കുന്നു. അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, മോനെ ഇവിടെ എന്താ വന്നിരിക്കണേ? കാരണം കണ്ണ് ശരിക്കും കാണാൻ വയ്യ അച്ഛൻ. അപ്പൊ മോൻ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ അത് കാക്കയാണ്. ശരി. കുറച്ച് കഴിഞ്ഞ് പിന്നെയും അച്ഛൻ ചോദിച്ചു, മോനെ അവിടെ എന്താ ഇരിക്കണേ? മോൻ പറഞ്ഞു,
അച്ഛൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതാണല്ലോ കാക്കയാണെന്ന്, അതിപ്പോഴും കാക്ക തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും അച്ഛൻ ചോദിച്ചു, മോനെ അവിടെ എന്തായിരിക്കണേ? ഇനി ഒരു പ്രാവശ്യവും കൂടി എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അച്ഛനെ കാര്യം മനസ്സിലായി. അച്ഛന് കുറച്ച് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചുള്ളൂ. കുറച്ച് കഴിഞ്ഞ് പിന്നെയും ചോദിച്ചു, മോനെ അവിടെ എന്തായിരിക്കണേ? മോൻ നേരെ വന്ന് കസേര തിരിച്ചിട്ടിട്ട് പറഞ്ഞു, ഇനി ആ ഭാഗത്ത് നോക്കിപ്പോരുന്നു. അച്ഛൻ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ അവിടെ എന്തായിരിക്കണേ എന്ന് ചോദിച്ചു. വന്ന ഒരൊറ്റ ചവിട്ടി കസേര താഴെ വീണു. അച്ഛൻ താഴെ വീണു. അച്ഛൻ പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് പഴയ ഡയറി, 33 കൊല്ലം മുമ്പുള്ളൊരു ഡയറി, മകന് 35 വയസ്സായി, എടുത്തിട്ട് നോക്കിയിട്ട് ഇതേ ദിവസം, ഏത് ദിവസം, നവംബർ 18-ാം തീയതിത്തെ എന്ന് പറഞ്ഞിട്ടല്ലേ, 33 വർഷം മുമ്പുള്ള ഡയറി എടുത്തിട്ട് നോക്കിയിട്ട് പറയാം, മോനെ ഇന്നാണ് എൻ്റെ മകൻ കാക്കയെ പരിചയപ്പെട്ടത്. 56 പ്രാവശ്യം ചോദിച്ചു. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും മോനെ കുട്ട അത് കാക്കയല്ലടാ. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ അത് കാക്കയടാ മോനെ. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും അച്ഛന് സന്തോഷം കൂടി 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 വരും. കാരണം മകൻ അറിയാനുള്ള ആഗ്രഹമുണ്ടല്ലോ. ഒരിക്കൽ പോലും ക്ഷമ തെറ്റിയിട്ട് നീ എന്തിനാണ് ഇത് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു തന്നതല്ലേ എന്ന് പോലും പറഞ്ഞില്ല അച്ഛൻ. ഒരച്ഛനും അമ്മയും മക്കളെ പഠിപ്പിക്കുമ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും അത്രയും പ്രാവശ്യം ക്ഷമയോടുകൂടി റിപ്പീറ്റ് ചെയ്യും. മക്കൾക്ക് തീരെ അച്ഛനോടും അമ്മയോടും ഇല്ലാത്തത് ഈ ഒരു സ്നേഹമാണ്. അപ്പോൾ ഈ മിസ്ഗൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അച്ഛനും ചിലപ്പം, ഞാൻ ഏതൊരു സ്ഥലത്ത് പോയിട്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, അച്ഛൻ സ്ഥിരം കണ്ടുപിടിക്കുന്ന ആളാണ്, അയാളാണ് എൻ്റെ ഭഗവാൻ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടായെങ്കിൽ പറ്റുകയാണെങ്കിൽ നന്നാക്കാൻ പറ്റുമോ നോക്കാം, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. തീരെ മിസ്ഗൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഗൈഡ് അല്ലാതെ വെക്കാം ആദ്യം. അതല്ലെങ്കിൽ അയാളെ ഗൈഡ് ചെയ്യാം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇപ്പം ഭാര്യ ഭർത്താവ് പറഞ്ഞു കേൾക്കണം, ഭർത്താവ് ഭാര്യ പറഞ്ഞു കേൾക്കണം. ഇത് രണ്ടാളും സാധാരണ അന്യോന്യം പറഞ്ഞാൽ കേൾക്കാറില്ല. രണ്ടാളും പറയുന്നത് അയൽവാസികളാണ് കേൾക്കാറ്. ഇനി ആ അവസ്ഥയിലല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക. അന്യോന്യം പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക. തീരെ മാറുന്നില്ല എന്ന് തോന്നിയാൽ മാറ്റാം, അത്രേ പറ്റുള്ളൂ. കുറെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക. മാറ്റിയിട്ട് മാറുന്നില്ലെങ്കിൽ പിന്നെ ആളെ മാറ്റാം, അത്രേ പറ്റുള്ളൂ. അച്ഛനെയും അമ്മേനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പ്രായം വരുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റും. പെന്തക്കോസ്തുകാരും മറ്റും ചെയ്തു വരുന്ന മതപരിവർത്തനത്തിനെതിരെ നാം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? മുമ്പ് ചിന്മയ സ്വാമിയോട് ആരോ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരെയൊന്നും ചെയ്യണ്ട, ഉള്ള ഹിന്ദുക്കളായിട്ടെങ്കിലും വെക്കാൻ പറ്റുന്ന വല്ല മാർഗം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഇപ്പൊ കുറെ പേര്, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ അടിമാലിയിൽ പോയിരുന്നു. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം ട്രെയിനിങ് കോളേജ്, B.Ed കോളേജ്. അവിടെ സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണ്. അരുണാചൽ പ്രദേശിൽ പോയ സമയത്ത് അവിടെ കുറേ ടീച്ചേഴ്സിനെ വേണം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ വേണം. അരുണാചൽ പ്രദേശിലെ 33 സ്കൂൾസിൽ പോയിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, എനിക്കറിയാവുന്ന B.Ed കോളേജിലെ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോയി. എന്നോട് പറഞ്ഞ പണിയൊന്നുമല്ല, നമ്മൾ തന്നെ ഏറ്റെടുത്ത പണിയാണ്. അപ്പോൾ ഞാൻ അടിമാലിയിൽ പോയി, ചേർത്തലയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് SNDP ട്രെയിനിങ് കോളേജിൽ. അവിടെ പോയിട്ട് കുറച്ച് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോയി. അവിടെ സെലക്ഷന് വന്നിട്ടുള്ള ഒരാളുടെ ഒരു മാഷാവാൻ വന്നത്, അവൻ ഈ ബന്ധക്കോസ്താണ്. അപ്പം അവൻ ഈ സെലക്ഷൻ പ്രോസസ് കഴിഞ്ഞപ്പോൾ എന്നോട്, സാർ ഇപ്പോൾ പോകുന്നുണ്ടോ ചോദിച്ചു. നമ്മൾ പോകുന്നുണ്ട്. പോണ വഴിക്ക് ഒരു 3-4 കിലോമീറ്റർ കടന്ന് പോയാൽ അവിടെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അത് ഞാനാണ് നടത്തണത്. അതിൻ്റെ മാനേജറാണ് ഞാൻ. സാറൊന്ന് വന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ് ഒരു 2 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ച് പോകുമ്പോൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കഴിക്കാം. അടിമാലിൽ അത്ര നല്ല ഹോട്ടലൊന്നുമില്ല. എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, ആലപ്പുഴയിലുള്ള. ഞാൻ തിരിച്ച് വരാൻ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഞാൻ തന്നെയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ മലയുടെ മുകളിലൊക്കെ ചാടി പിടിച്ച് കയറണം. എൻ്റെ വോൾസ് വാഗണിൻ്റെ വണ്ടിയാണ്, അതൊക്കെ അതിൻ്റെ മുകളിൽ ചാടി കയറി. ആദ്യമായിട്ടാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നത്. അവിടെ പോയി നോക്കുമ്പോൾ ഏകദേശം ഇത്രയും സ്ഥലമേ ഉള്ളൂ ഷെഡ്. 200 പിള്ളേർക്ക് ട്യൂഷൻ നടത്തുന്നു. LKG മുതൽ ഗ്രാജുവേഷൻ പഠിക്കുന്ന പിള്ളേർ വരെ എല്ലാ മതസ്ഥരും ഉണ്ട്. പക്ഷെ നിറച്ചും പടം വെച്ചിരിക്കുന്നത് മതപരിവർത്തനത്തിന് ആവശ്യമായ നല്ല ഭക്ഷണ സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. എൻ്റെ ഭഗവാനെ, നിറഞ്ഞ് മീറ്റ്, നോൺ വെജിറ്റേറിയൻ ഫുഡ് ആവശ്യത്തിന് കഴിക്കാം. ആ ഭാഗത്തുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് അവിടെ കഴിക്കാം ഉച്ചഭക്ഷണം. എല്ലാ ഹോളിഡേയ്സിലും ഇതാണ് നടക്കുന്നത്. അവിടെ ഉച്ചവരെ ട്യൂഷൻ, ഉച്ചയ്ക്ക് ശേഷം പ്രയർ.
നല്ല ഭക്ഷണം, ഏത് ജാതിക്കാരും പോവില്ലേ? ഇല്ലേ? ഇങ്ങനെ ഒരു കൊല്ലം പ്രയർ നടത്തിയാൽ ആരാ മാറാത്തത്? ഉറപ്പായിട്ടും മാറും. ഇപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ട് നല്ല സ്പീഡിൽ ബസ് ഓടിച്ചിട്ട് പെട്ടെന്ന് ബസ് കേടാണ്. എന്നിട്ട് പറയും എല്ലാവരും ഇന്ന പ്രാർത്ഥന ചൊല്ലും, ബസ് ഇപ്പൊ ശരിയാവും. പ്രാർത്ഥന ചൊല്ലി ബസ് ശരിയായി. പിള്ളേർ വിചാരിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് വിളിച്ചാലും. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് എൻ്റെ നാട്ടില് ഒരപ്പത്തിൽ ക്രിസ്തുവിനെ കണ്ട പടം. എന്താ തിരക്ക്, ആ ഭാഗത്ത് പോകാൻ പറ്റണേ. ഇങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്നല്ല ആവശ്യം. എൻ്റെ കൂടെ പഠിക്കുന്ന ഞാൻ MBA പഠിപ്പിക്കുന്ന കോളേജിൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. തീരെ പഠിക്കുകയില്ല, ആരോഗ്യവും വളരെ മോശം. അപ്പം അവളുടെ പേര് കേട്ടാൽ ക്രിസ്ത്യൻ പേരാണ്, പക്ഷെ കണ്ടാൽ നമുക്കറിയാലോ ഏകദേശം സ്റ്റൈലൊക്കെ വെച്ചിട്ട്. അപ്പം ഹിന്ദുവാണ്. ഞാൻ ചോദിച്ചു, നീ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ? സാർ ഞാൻ ഹിന്ദുവാണ് സാർ. നിന്റെ പേര് അങ്ങനെയാണല്ലോ. അത് കൺവെർട്ടഡ് ആയ സാർ. അതെന്താ കാരണം? അല്ല, അവർ മെഡിസിൻ തരും സാർ ഫ്രീ ആയിട്ട്, ഡോക്ടറും ഫ്രീ, മരുന്നും ഫ്രീ. അവനെന്താ ചെയ്യാം? അപ്പൊ ഞാൻ ചോദിച്ചു, നീ ക്ഷേത്രങ്ങളിലൊക്കെ പോകും? ഓ, എല്ലാ അമ്പലത്തിലും പോവും, തൊഴും, അതൊക്കെ കറക്റ്റായിട്ട് എനിക്കുണ്ട്. പക്ഷെ ഈ മരുന്നും ഡോക്ടറും ഫ്രീ കിട്ടുന്നുണ്ട്. വലിയ അസുഖമാണ്, കുറേ മരുന്ന് വേണം, കുറേ ചികിത്സക്കുള്ള പണം വേണം. അതാരും കൊടുക്കും? കൺവെർട്ടായാൽ തരാന്ന് പറഞ്ഞാൽ ആരും കൺവെർട്ടായി പോകും. സ്വന്തം ജീവനല്ലേ കൂടുതൽ ആവശ്യം. മാറി. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് ഫിനാൻഷ്യൽ സ്ട്രോങ് ആവണം. പിന്നെ കുറേ പേര് ഇതിന്റെ പിന്നാലെ റെഡി ആയിട്ട് നടക്കണം. അത് നടക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം നോർത്ത് ഈസ്റ്റിലൊക്കെയാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ് അവിടെ നിരന്ന് ജോലി ചെയ്യണത്. അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഭാരതീയ സങ്കല്പ പ്രകാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അവിടെ. അത് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയം. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്രിസ്ത്യൻ മിഷണറിയുടെ സ്കൂൾസ് മാത്രമേ ഉള്ളൂ. കാരണം ആരും അവിടെ പോയിട്ട് സ്കൂൾസ് നടത്തില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ഗവൺമെന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂൾസ് കൊടുത്തിട്ടുള്ളത് വിവേകാനന്ദ കേന്ദ്രത്തിനാണ്. അപ്പൊ അങ്ങനെ ചില പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അതിലപ്പുറമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ചെയ്യണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു തുടങ്ങും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊന്നും ഈ മതപ്രഭാഷണം നടത്തിയിട്ടൊന്നും ഒരാളെയും കൺവെർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റൊന്നുമില്ല. ഇതൊക്കെ കേട്ടിട്ട് പോകും, പക്ഷെ ഇതിനൊന്നും ഒരു ഫലമൊന്നുമില്ല. ഞാൻ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ ഉണ്ടാക്കുന്നത് ബസ് ഡ്രൈവർമാരെന്നാണ് പറയാം. പ്രത്യേകിച്ചും കേരളത്തിലെ ബസ് ഡ്രൈവർമാർ. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭഗവാനെ, ഇപ്പം പാലക്കാട് നിന്ന് തൃശ്ശൂരൊക്കെ എത്തുമ്പോൾ ഭഗവാനെ എന്ന് വിളിച്ചു പോകാത്ത ഒരു സമയം ഉണ്ടാവില്ല. അങ്ങനെയാ ബസ് പോവാ, ടെറാപ്ലെയിൻ പോകുന്ന പോലെ. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പാലക്കാട് പോയി ചോദിച്ചു നോക്കുക തൃശ്ശൂരൊക്കെ എത്ര മണിക്ക് എത്താന്ന്. 11:04. ഇതെന്ത് എയറോപ്ലെയിൻ്റെ സമയം പോലെയാണ്. പുറപ്പെടുന്നത് എപ്പോഴാണ്? 10:06. 10:06 പോയിട്ട് 11:04 അവിടെ എത്തി. കാരണം ഇവിടെ 10:03 വേറെന്ന് തുടങ്ങുന്നുണ്ട്. 3 മിനിറ്റ് വിട്ടിട്ടാണ് അവിടെ ബസ്. അപ്പൊ അവൻ ഓടിക്കുന്ന സ്പീഡൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ വിളിച്ചു പോയില്ലേ? അറിയാതെ വിളിച്ചു പോകണ്ടായിരുന്നു. വളരെ നിർബന്ധമായിട്ട് ചെന്ന്. പിന്നെ പണ്ട് നമുക്ക് കുറേ ഭഗവാന്മാരുണ്ടായിരുന്നു. അതിലും ഒരു തമാശ കവിത എൻ്റെ കവിതയിലുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പഴയ ബസ്സിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ബസ്സിന്റെ ഐശ്വര്യം കൊടുങ്ങല്ലൂർ അമ്മ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഈ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലും കൊടുങ്ങല്ലൂർ അമ്മ അല്ലേ? പക്ഷെ ഇപ്പോ ആ ബസ്സിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ പടവും ഇല്ല, അങ്ങനെ എഴുതി വെച്ചിട്ടുമില്ല. വേറെ ചില ആൾക്കാരുടെ പടക്കെ വെച്ചിരിക്കുന്നത്. വേറെ ചില അമ്മയുടെ ഐശ്വര്യത്തിലാണ് ആ ബസ് ഓടുന്നത് ഇപ്പോൾ. അപ്പൊ എൻ്റെ ചോദ്യം, ഈ കൊടുങ്ങല്ലൂർ അമ്മയെ ഏത് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടത്? ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് മറ്റേ അമ്മയെ പിടിച്ചു കയറ്റിയത്? അപ്പൊ നമ്മൾ വല്ലാണ്ട് കൺവെർട്ടായിരിക്കും. ഈ കൺവെർട്ട് ആവുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ എല്ലാ മതസ്ഥരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചും ഒരു രംഗം വേണം. അതില്ലാത്ത അവസ്ഥയിൽ കൺവെർട്ടഡ് ആയി പോകും പലരും. ഇത് രണ്ടിലും അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ അവർക്ക് എന്തേ രക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് പോകാനുള്ള രക്ഷയുള്ളൂ. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം ഹൈദരാബാദ് പോലുള്ള സ്ഥലമൊക്കെയാണ്. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജനാർദ്ദൻ റെഡ്ഡി എന്നൊക്കെ ആവും. ജനാർദ്ദൻ റെഡ്ഡി ക്രിസ്ത്യനാണ്. അങ്ങനെയുള്ള കുറേ പേരെ കാണാം. അവര് തിരുപ്പതിയിൽ പോവുകയും ചെയ്യും. അതാണ് ഏറ്റവും നല്ല തമാശ. എൻ്റെ ഓഫീസിൽ തന്നെ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാള് എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ പോകും, ഞായറാഴ്ച പള്ളിയിലും പോകും. കാരണം റിസർവേഷൻ കിട്ടാനും ജോലി കിട്ടാനും മക്കൾക്ക് നല്ല പൊസിഷനിൽ കിട്ടാനും നല്ല സ്കൂൾസിൽ വിദ്യാഭ്യാസം കിട്ടാനും ഒക്കെ കൺവേർഷൻ ആവശ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവുകേട്. ധനമാണ് എല്ലാത്തിനും പിന്നിൽ. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും
ഇൻഡസ് സിവിലൈസേഷന്റെ പഴക്കം എത്രയാണെന്ന് പറയാമോ? ഇൻഡസ് സിവിലൈസേഷൻ മോഹൻജദാര ഹാരപ്പോന്റെ കാര്യം ആണെങ്കിൽ ഏകദേശം 3200 BC ആണ്. 3200 BC എന്ന് പറഞ്ഞാൽ ഇപ്പം 2000 വർഷം കൂടി കൂട്ടി 2013 അത്രയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5000 ചില്ലുവാനും വർഷങ്ങൾ. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം കാർബൺ ഡേറ്റിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏകദേശം ഈ കാലത്ത് സരസ്വതി റിവർ അതുവഴി ഒഴുകുകയും ചെയ്തിരുന്നു. അപ്പൊ സരസ്വതി റിവർ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് പിക്ചർ എടുത്തിട്ട് എവിടെയൊക്കെയാണ് വെള്ളം കിട്ടുകയെന്ന് പറയാൻ പറ്റും. ഭൂമിയുടെ പുറത്തുള്ള വെള്ളമല്ല, ഭൂമിയുടെ ഉള്ളിൽ എവിടെയാണ് വെള്ളം കിട്ടാന്ന്, ബോർവെല്ല് കുടിക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഈ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് സരസ്വതി റിവറൊക്കെ ഒഴുകിയിരിക്കുന്ന ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിലും സിന്ധ് പ്രോവിൻസിന്റെ താഴെയും ഒക്കെയാണ്. അതാണ് സിന്ധ് ഇന്ത് എന്നൊക്കെ ആയിട്ട് മാറിപ്പോയത്. അപ്പൊ ആ സിന്ധ് പ്രോവിൻസിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഡെസേർട്ടും. ഈ സ്ഥലത്ത് എവിടെ വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് സാറ്റലൈറ്റ് ഇമേജ് നോക്കിയ സമയത്ത് കുറേ സ്ഥലത്ത് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അവിടെയൊക്കെ കുഴിച്ചു നോക്കി. ഈ കുഴികളൊക്കെ കണക്ട് ചെയ്താൽ നല്ലൊരു റിവറിന്റെ സ്ട്രക്ചർ കിട്ടും. വെള്ളം എവിടെ കിട്ടുന്നു എന്ന് നോക്കിയ സമയത്ത് അവിടെയൊക്കെ കണക്ട് ചെയ്താൽ ഒരു പുഴ ഒഴുകണ പോലെയാണ് ഈ സ്ട്രക്ചർ ഉള്ളത്. പക്ഷെ ഭൂമിയുടെ മുകളിൽ പുഴയൊന്നും ഒഴുകണില്ല. അപ്പൊ ഭൂമിയുടെ താഴെയാണ് പുഴ ഒഴുകുന്നത്. അതേത് റിവറാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ പഴയ പുരാണങ്ങളും ഇതിഹാസങ്ങളും എടുത്ത് ഗംഗയെ വിവരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഗംഗ ഒഴുകുന്നത് ഇപ്പം ഭൂമിയുടെ താഴെയാണ്. അത് ഏത് കാലമെന്ന് ചോദിച്ചാൽ ഇതേ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന കാലത്താണ് അത് താഴത്തേക്ക് പോയത്. കാർബൺ ഡേറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചപ്പോൾ 3200 മുമ്പാവും എന്നാണ് കഥ. അപ്പോൾ കലികാലം തുടങ്ങിയിട്ടുള്ള കാലം. കലികാലം തുടങ്ങിയത് കൃഷ്ണൻ പോയ കാലം. കൃഷ്ണൻ പോയ കാലം രണ്ട് തരത്തിലുള്ള ഏതെങ്കിലും ഇന്റർനെറ്റ് പോയിട്ട് നോക്കിയാൽ കൃഷ്ണന്റെ ബയോഡാറ്റ, ലോർഡ് കൃഷ്ണൻസ് ബയോഡാറ്റ, ഡോക്ടർ TPS നടിച്ചാൽ കാണാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ ബയോഡാറ്റ. എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിച്ചത്, എന്താണ് ഹോബി, എന്താണ് ജോലി, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിനോദം എന്നൊക്കെ. അപ്പൊ മഹാഭാരത യുദ്ധം നടന്നത് 22 നവംബറിലാണ്. ഇപ്പൊ നോക്കാൻ കാരണം ഇപ്പൊ 18 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഏത് വർഷമാണ്? 3167. അതിന് ആ സമയത്ത് കൃഷ്ണന് 83 വയസ്സാണ്, അർജുനന് 65 വയസ്സാണ്. അപ്പോൾ ഇത് വെച്ച് കണക്ക് കൂട്ടി പിന്നോട്ട് പോയാൽ കൃഷ്ണൻ ജനിച്ചിട്ടുള്ള പ്രായം കിട്ടുന്നത് നമുക്ക് 18 ഫെബ്രുവരി 18 3102 മരിച്ചത് 3128 ജനിച്ചത്. അപ്പൊ ഫെബ്രുവരി 18 3102 ജനിച്ചത് 19 ജൂലൈ 19 3128. അപ്പൊ യുദ്ധം നടന്ന് 36 വർഷത്തോളം അത്ര ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏകദേശം 3100 വർഷം, 1-2 ദിവസങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ക് കൂട്ടലുകളിൽ ആൾക്കാർ തമ്മിൽ ചെറിയ കണക്ക് കൂട്ടുന്ന സമയത്തൊക്കെ തെറ്റാങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശരിയല്ല, 19 അല്ല 17 21 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ വലിയ വ്യത്യാസത്തിലൊന്നും ആരും കണക്ക് കൂട്ടില്ല. ഈ സമയം ആണ് ഏകദേശം ഈ സിവിലൈസേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള മോഹൻജദാര, ഹാരപ്പ, ഇൻഡസ് സിവിലൈസേഷൻ ഒക്കെ ഏകദേശം ആ കാലത്ത് 3200 വർഷമാണ് പഴക്കം. ആ BC-യിലാണ്. അവിടുന്ന് 2000 വർഷം കൂടി കൂടിയാൽ 5200 വർഷം അധികമാണ് കലികാലം തുടങ്ങുന്നത്. കലികാലം എന്ന് പറഞ്ഞാൽ 3,20,000 വർഷമാണ്. 3,20,000 നേരെ ഡബിളാണ് ദ്വാപരയുഗം. 6,40,000. 6,40,000 3,20,000 കൂട്ടിയാൽ 9,60,000. അതാണ് ത്രേതായുഗം. ത്രേതായുഗത്തിന്റെ കൂടെ 9,60,000 3,20,000 കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമോ അതാണ് സത്യയുഗം. അങ്ങനെ 2 മടങ്ങ് 1 മടങ്ങ് 1 മടങ്ങ് 2 മടങ്ങ് 3 മടങ്ങ് 4 മടങ്ങ്, അപ്പൊ 10 മടങ്ങ് കൂടിയാൽ ഒരു യുഗമായി. അതുകൊണ്ട് 32 ലക്ഷം വർഷങ്ങളാണ് ഒരു യുഗം. അങ്ങനെ ഒരു മഹായുഗം വരും. ഒരു യുഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകല്. ആ 2 പകലും രാത്രിയും ചേർന്ന് 365 ദിവസവും കൂടി 120 പുരുഷായുസ് ആണ് 120 വർഷം. ബ്രഹ്മാവിന്റെ 120 വർഷവും കൂടി കൂട്ടണം. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മഹായുഗം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു മന്വന്തരം. അങ്ങനെ സപ്തപദ മന്വന്തരം 27 മന്വന്തരങ്ങൾ കഴിഞ്ഞു. പൂജ ചെയ്യുന്ന സമയത്ത് ചൊല്ലും സപ്തപദ മന്വന്തരീ കരികാലേ പ്രഥമപാദേ. സപ്തപദ മന്വന്തരത്തിൽ കരികാലത്തിൽ പ്രഥമ പാദത്തിലാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത്. ആ സമയത്ത്
ഇന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള, ഇന്ന കൊല്ലം ജനിച്ചിട്ടുള്ള, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള, ഇന്ന പേരുള്ള. കാരണം കറക്റ്റായിട്ട് പറയണമല്ലോ, ഭഗവാന്മാർക്ക് വലിയ കലണ്ടറാണ്. ആ കലണ്ടറിൽ കൃത്യമായിട്ട് നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊക്കെ പറയണം. അത് കഴിഞ്ഞ് ബ്രഹ്മാണ്ടാനാം മധ്യേ, ബ്രഹ്മാണ്ടത്തിന്റെ മധ്യത്തിലെ, ദണ്ഡകാരണ്യെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ, പിന്നെ മേരോഹ ദക്ഷിണേ പാർശ്വേ കൈലാസത്തിന്റെ താഴത്തെ ഭാഗത്ത്, പരശുരാമദേശേ കണ്ണൂർ ഡിസ്ട്രിക്ട്, തളിപ്പറമ്പ് താലൂക്ക്, നടുവിൽ അംശം ദേശത്തില്, ഇന്ന തറവാട്ടിൽ. കാരണം ആ തറവാട്ടിൽ കുറേ പുഴുക്കൾ ഉണ്ടായിട്ട് എന്നെ പോലെയുള്ള അതിലൊരു ഈ കാലത്തുള്ള ഇന്ന മനുഷ്യനാണ് ഇയാൾ. എന്നിട്ട് ഇയാളാണ് ഭയങ്കര ഗംഭീരമായിട്ട് ഞാനാണ് ഈ ലോകം ഭരിക്കണം എന്ന് പറയുന്നത്. ആലോചിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്രയോ മനുഷ്യന്മാരിക്കുന്ന എത്രയോ ലോകങ്ങൾ. ഇതാണ് ഈ പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാനോട് പറയുന്നത്. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണേ. ആലോചിച്ചൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ കാലങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറയാറുണ്ട്. അതും ഇപ്പോഴുള്ള കാർബൺ ഡേറ്റിംഗ് ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ യോജിക്കുന്നുണ്ട് ഏകദേശം. ഈ ബ്രഹ്മാണ്ടം ഉണ്ടായിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു, ഭൂമി ഉണ്ടായിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 198 കോടി വർഷങ്ങളായെന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള 27 മന്വന്തരങ്ങളൊക്കെ കണക്കുകൂട്ടി നോക്കിയാൽ ഏകദേശം 192 കോടി വർഷങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മുടെ കോസ്മോ നോളജ്, ഭൂമിയുടെ സങ്കല്പങ്ങളെ കുറിച്ചുള്ള നോളജ്, ഇതൊക്കെ വളരെ സ്ട്രോങ് ആണ്. ചില ക്ഷേത്രങ്ങളെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് പ്രതിഷ്ഠ ചെയ്തത് എന്നുള്ളതിനാണ് പ്രാധാന്യം. ഏത് രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് എന്നുള്ളതാണ് പ്രാധാന്യം. അവിടെ എങ്ങനെ മെയിൻ്റനൻസ് നടക്കുന്നു, എത്ര പേര് വരുന്നു എന്നുള്ളതിന് പിന്നെ പ്രാധാന്യം. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആരാണ് പ്രതിഷ്ഠ ചെയ്തത്. മഹാക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് മഹാ ജനങ്ങളിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാവും. പ്രത്യക്ഷമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നെ ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കഥകളുണ്ടാവും അതിൻ്റെ പിന്നിൽ. അതല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്ഷേത്രങ്ങൾക്കൊക്കെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയാറില്ല. അതുകൊണ്ട് മഹാഗുരുക്കന്മാരും മഹാപുരുഷന്മാരും അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് മഹാക്ഷേത്രങ്ങൾ എന്നുള്ള പേര് വരാറുണ്ട്. ഋഷഭത്തെ കാള ധർമ്മമൂർത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാളയ്ക്ക് കുറേ പ്രാധാന്യങ്ങളുണ്ട്. കാരണം മൃഗങ്ങളിൽ ഏറ്റവും സാത്വികമായിട്ടുള്ള മൃഗം, ഏറ്റവും നല്ല സ്ഥലത്ത് മാത്രം താമസിക്കുന്ന മൃഗം. പണ്ട് കാലത്തൊക്കെ വാസ്തു എവിടെയാണ് നല്ല സ്ഥലം വീടെടുക്കാൻ എന്ന് നിസ്സംശയം പറയാൻ വേറെ ഒരു മെഷർമെന്റ് ഉപയോഗിച്ചിരുന്നില്ല. പശുവിനെയും കാളയും ഒക്കെ രാത്രി പറഞ്ഞു വിടും. അതെവിടെയാണോ താമസിക്കുന്നത്, രാത്രി ഉറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലം ഉടനെ കുറ്റിയടിക്കാൻ പോകും. അവിടെയാണ് കിടന്നുറങ്ങേണ്ടത്. എന്നുവെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഖമായിട്ട് മനുഷ്യൻ എവിടെ താമസിക്കാൻ പറ്റും എന്ന് മനുഷ്യന് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മൃഗം നമ്മുടെ കൂടെ ഉണ്ട്. അത് കാളയും പശുവും ഒക്കെയാണ്. അപ്പോൾ ഋഷഭത്തിന് ഈ പശുവിനെ കൊണ്ടു നടക്കുന്നത് കാളയാണ്. അതിൻ്റെ രാജാവ് അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ, അതിൻ്റെ ഭർത്താവ്, അതിൻ്റെ മേൽനോട്ടക്കാരൻ, അതാണ് കാളയ്ക്ക് പ്രാധാന്യം. കാളയാണ് തീരുമാനിക്കുക എവിടെയാണ് ഇന്ന് തമ്പടിക്കേണ്ടതെന്ന്. ആ തമ്പടിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള കഴിവ് കാളക്ക് നല്ലപോലെ ഉണ്ട്. പിന്നെ കാളയുടെ ഒരു നടപ്പ്, ആ നടപ്പ് കണ്ടാൽ അറിയാം ഞാനാണ് അല്ലേ, അങ്ങനെയുള്ള ഗുണമുള്ള അതാണ് കാളയ്ക്കും ഒക്കെയുള്ള പ്രാധാന്യം. ഈ കാളയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാള എന്ന് പറയുന്ന ഋഷഭം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാളയാണോ അന്ന് കാലത്ത് ഋഷഭം എന്ന് ഉദ്ദേശിച്ചത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന കാളയൊന്നും ടിബറ്റിൽ കാണില്ല. ടിബറ്റിൽ യാക്ക് കുറേ രോമമുള്ള കാളയാണ്. ഇവിടെയൊക്കെ ഷേവ് ചെയ്ത കാളകളാണ്. കാരണം ആ കാലാവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ കുറേ രോമം വേണം. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാണാം. കുറേ കാലങ്ങൾക്ക് ശേഷം അടുത്ത കാലത്ത് ഔറംഗാബാദ് യാത്ര ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വള്ളാട് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കാളപൂട്ട് വരും. അത് ഒരു രസം പഠിച്ചിട്ടുള്ള പണിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഔറംഗാബാദിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കൃഷിക്കാർ കാളപൂട്ടുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണാനില്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് എൻ്റെ മക്കളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ഞാൻ പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു അതൊക്കെ അച്ഛൻ വെറുതെ പറയാം, ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഉടനെ നിർത്തി അവിടുത്തെ കർഷകനോട് ചോദിച്ചു, ഞാൻ കുറച്ച് സമയം കാളകൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ഭാഷ കൃത്യമായിട്ട് മൃഗങ്ങൾക്കറിയാം. മലയാളത്തിലും ഹിന്ദിയിലൊന്നും വ്യത്യാസമൊന്നുമില്ല. മനുഷ്യൻ്റെ ഭാഷ ഇത്ര നന്നായിട്ട്
നമ്മൾ നിർത്താൻ പറയുമ്പോൾ കാള നിൽക്കും, ഇടത്തോട്ട് തിരിയാൻ പറയുമ്പോൾ കാള ഇടത്തോട്ട് തിരിയും. നമ്മളിവിടെ ഇടത്ത് കാളെ വളർത്തി കാളെ എന്നൊക്കെ പറയും. അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും കാളക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട് പിള്ളേർ. അപ്പൊ നല്ല അസല കർഷകരാണ്. അത് ഇത്രയും നല്ല രസകരമായിട്ട് കൂടെ നിൽക്കുന്ന എനിക്കൊരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് കാളയുടെ കൊമ്പുണ്ടല്ലോ അതിങ്ങനെ ചുരണ്ടി വൃത്തിയാക്കുന്ന കാണും. എന്ത് സ്നേഹാന്യോന്യം! അത് നിന്നു കൊടുക്കും കാള. നമുക്ക് ചുരണ്ടാൻ മനുഷ്യന് ക്ഷമയുണ്ടാവണം, പക്ഷെ ഇത് നിന്നു കൊടുക്കാൻ കാളക്ക് ക്ഷമയുണ്ടാവണ്ടേ? ഇല്ലേ? ഇത്രയും സ്നേഹമുള്ള വേറെ മൃഗങ്ങളുണ്ടാവും. കുറേ പശുവിനെ കടന്നിട്ടുള്ള ആളാണ്. നമ്മൾ അടുത്തെത്തുന്ന സമയത്ത് പശുവിന് നമ്മളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. മൃഗങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ്, മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവ്. ഏറ്റവും കൂടുതൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ തിരിച്ചറിവുള്ള, ബാക്കി പല മൃഗങ്ങളും അമ്മയെ തിരിച്ചറിയാതെ ചിലപ്പോൾ അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പശു, കാള എന്ന് പറയുന്നത് അമ്മയെയും മക്കളെയും കൃത്യമായിട്ട് തിരിച്ചറിയുന്ന മൃഗം, മനുഷ്യനെ പോലെ എന്ന് പറയും. ബ്രഹ്മം എന്നതിന് നിർവചനമുണ്ടോ? ഇന്നലെ കുറച്ച് ബ്രഹ്മം എന്ന് പറഞ്ഞത് ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ബ്രഹ്മം. അത് അറിവാണ്, അത് ക്രിയേറ്റിവിറ്റിയാണ്, അത് കോൺഷ്യസ്നെസ് ആണ്, അത് ചിത്താണ്, അത് ചൈതന്യമാണ്, അത് തേജസ്സാണ്, അത് ലൈഫ് ഫോഴ്സ് എനർജിയാണ്, അത് ഓറയുടെ സ്വരൂപമാണ് എന്നൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിന്നെയും 2-3 പ്രാവശ്യം പറയാനേ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താ? ടേസ്റ്റ് ഇല്ല. ഓറഞ്ച് കഴിച്ചിട്ടുണ്ടോ? ഓറഞ്ചിൽ ജ്യൂസ് ഉണ്ടോ? ആ ജ്യൂസ് വെള്ളമാണോ? ആണ്. ഓറഞ്ച് നല്ലപോലെ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് കഴിച്ചാൽ ഓറഞ്ചിന് ടേസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓറഞ്ചിന് ടേസ്റ്റ് കൊടുക്കുന്നത് എന്താ? അതിലുള്ള വെള്ളമാണ്. ആപ്പിളിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് എന്താ? ആപ്പിളിലെ വെള്ളമാണ്. ഇതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടേതായ ഒരു രൂപവും ഭാവവും സ്വഭാവവും ടേസ്റ്റും ബിഹേവിയറും ഒക്കെ കൊടുക്കുന്ന, നമ്മുടെ ക്യാരക്ടറും ഒക്കെ കൊടുക്കുന്ന ഒരു സ്വരൂപമാണ് ബ്രഹ്മം. അതിൻ്റെ തുടക്കം. ആ തുടക്കത്തില് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമുണ്ട്. കോൺഷ്യസ്നെസ് എന്ന അറിവ്, ആ സ്വത്വം എന്ന് പറയാം, തേജസ് എന്ന് പറയാം, ചൈതന്യം എന്ന് പറയാം, ഊർജം എന്ന് പറയാം. അതാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. എൻ്റെ ശരീരത്തെ ഞാൻ കുറേ സൂം ചെയ്തു ഒരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് നല്ല പോലെ നോക്കിയാൽ സെല്ല് കാണും. അതിലും കൂടുതൽ സൂം ചെയ്താൽ ആറ്റം കാണും. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോണിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കെമിസ്ട്രിയാണ്. എൻ്റെ ചോദ്യം, ഈ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റണമെങ്കിൽ ഈ ന്യൂട്രോണിനെക്കാളും വലുപ്പമുള്ള കുറേ സ്ഥലം വേണമല്ലോ, അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ സ്ഥലമാണോ കൂടുതൽ, ഈ ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ കൂടുന്ന സാധനങ്ങളാണോ കൂടുതൽ? സ്ഥലമാണ് കൂടുതൽ, അല്ലേ? അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കാണുന്നതാണോ കൂടുതൽ, കാണാതെ ഒളിഞ്ഞു നിൽക്കുന്ന സ്പേസ് ആണോ കൂടുതൽ? സ്പേസ് ആണ് കൂടുതൽ, അല്ലേ? എന്നിട്ടും എന്തേ നമ്മളിങ്ങനെ വിട്ടങ്ങോട്ട് പോവാത്തത്, ദ്രവിച്ചു പോവാത്തത്? ഓരോ സാധനവും അങ്ങോട്ട് പോയി തുടങ്ങും. എപ്പോഴാ പോവാ? ചത്ത് കഴിഞ്ഞ് പ്രാണം പോയാൽ അപ്പം പോയി തുടങ്ങും. അതുവരെ ഇതിനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. വല്ലതും കൂട്ടിക്കെട്ടിയിട്ടോ ബോൾട്ട് ഇട്ടിട്ടോ നട്ടിട്ടിട്ടോ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടാണോ? അല്ല. എൻ്റെ ശരീരത്തിന് അറിയാം ഇതാണ് എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും എൻ്റെ കൂടെ നടക്കണമെന്ന്. ജീവനുള്ള ഓരോ സെല്ലുകൾക്കും ഈ അറിവുണ്ട്. ആ അറിവ് ഇപ്പം മരം മുറിച്ചു. മരം മുറിച്ചാലും മരമായിട്ട് തന്നെ കിടക്കും, സെല്ലുകൾ വിട്ടുപോകും. ഇല്ല, അതിൻ്റെ ജീവൻ ആ അറിവ് കുറവാണ്. എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ. പക്ഷെ മനുഷ്യരും മൃഗങ്ങളും ഒന്നും അങ്ങനെയല്ല. ചത്തുപോയ അപ്പം ദ്രവിച്ചു പോകും, വേറിട്ട് പോകും എല്ലാ സെല്ലുകളും. ഈ അറിവ് എന്ന് പറയുന്നത് തേജസ്സാണ്, കോൺഷ്യസ്നെസ് ആണ്. എന്നെക്കുറിച്ച് എനിക്കുള്ള ബോധം. ആ ബോധത്തിന്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ അതാണ് ബ്രഹ്മം. എല്ലാ പ്രകാശത്തിനും ഒരു ലൈറ്റും നാളം തുടങ്ങണമല്ലോ. ആ പ്രകാശമാണ് നമ്മുടെ ഹൃദയ ഗുഹര മധ്യേ. ഹൃദയത്തിന്റെ ഗുഹയുടെ ഉള്ളില് ഒരൊറ്റൊരു സാധനമുണ്ട്, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിയുന്ന സമയത്ത്
ആ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ബോധമുള്ളവരാകും. ആ ബോധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ സമാധിയിലെത്തുന്നത്. അപ്പൊ മനസ്സല്ല പ്രവർത്തിക്കുക, ആത്മാവാണ് പ്രവർത്തിക്കുക, ബ്രഹ്മമാണ് പ്രവർത്തിക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തകളും നോക്കി നടത്തുന്നത് മനസ്സാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എൻ്റെ മനസ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരം പോകുന്നത്. ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് മനസ്സവിടെ എത്തി, പിന്നെ നമ്മുടെ ശരീരം പിന്നാലെ പോവുകയാണ്. അപ്പൊ മനസ്സാണ് ആദ്യത്തെ. ഈ മനസ്സ് പല സ്ഥലത്തും നമ്മളെ കൊണ്ടെത്തിക്കും, വേണ്ടിടത്തും വേണ്ടിടത്തും. ഇതിനെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ബുദ്ധി എപ്പം പറയും പോകണ്ടോ, ആ സ്ഥലം അത്രക്കുള്ളില്ല. മനസ്സൊരിക്കലും പറയില്ല. ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിനാണ് ഉണ്ടാവുക. അത് വേണ്ടാന്ന് വെപ്പിക്കുന്ന സ്ഥലമാണ് ബുദ്ധി. അങ്ങനെ ഞാൻ പോകണ്ടാന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് എൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരാളുണ്ട്, പോവായിരുന്നു കേട്ടോ. ഇനി അഥവാ പോയി എന്ന് വിചാരിക്കാം, എന്നിട്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞതാ ഞാൻ പോണ്ട. നമ്മളോട് തന്നെ നമ്മൾ പറയും. ആരാ നമ്മളോട് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. സാധാരണ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തികൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന കോടതിയിൽ ജഡ്ജ് ഉണ്ടല്ലോ. ഈ ജഡ്ജി ചെയ്യുന്നതിന് മുമ്പൊന്നും ഇടപെടില്ല. ചെയ്തു കഴിഞ്ഞാൽ പറയും ചെയ്യണ്ടായിരുന്നു, ചിലപ്പോൾ അത് ഇങ്ങനെ ചെയ്യാമായിരുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഒരു ജഡ്ജാണ് ആത്മാവ്. ഈ ആത്മാവിനെ കൊണ്ട് പറയിപ്പിക്കാനൊരു സ്വരൂപം ഉണ്ടാവണം. അതിനൊരു ശക്തി കൊടുക്കുന്ന സ്വരൂപമുണ്ട്. ആ സ്വരൂപമാണ് ബ്രഹ്മം. അതിൻ്റെ എനർജിയാണ് ബ്രഹ്മം. അതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത്. അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഹൈലി ക്രിയേറ്റീവാണ്. കുറേ ചിന്തകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും സ്വരൂപങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. നമ്മുടെ ഈ അറിവുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ കിട്ടുന്ന അറിവുകളെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കും. ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പറയുന്നതിനെയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഇത് പറയരുത്, ഇത് പറയണം എന്നൊന്നും ശങ്കയില്ലാതെ എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാരാ പറയിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഹൃദയ മുഖരമധ്യേ കേവലം ബ്രഹ്മ മാത്രം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ബ്രഹ്മം വെക്കുന്നത് കൊണ്ട് ബ്രഹ്മം പറയുന്നു ഇന്നത് പറയണം. അങ്ങനെ ബ്രഹ്മം പറയുന്ന സമയത്ത് പിന്നെ ആലോചിക്കുമ്പോൾ പറയില്ല അയ്യോ ഇത് ശരിയായില്ല എന്ന് തോന്നാത്ത വിധത്തിൽ മനുഷ്യനെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അത് ആത്മാവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ്. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. മനസ്സ് എന്ന് പറയുന്ന സംഭവം അവിടെ മനസ്സെന്നുള്ള വാക്യം ഉപയോഗിച്ചില്ല. പക്ഷെ മനസ്സ് ഈ ആത്മാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ലെവൽ ഡിഗ്രേഡ് ചെയ്തിട്ട് ഗ്രേഡ് ചെയ്ത് കണ്ടുപിടിക്കണം. മനസ്സാണ് ആത്മാവിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത്. ഈ ആത്മാവും മനസ്സും ഒന്നു ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന സങ്കല്പമാണ് ബ്രഹ്മസങ്കല്പം. അത് ഭഗവാന്റെ സങ്കല്പം തന്നെയാണ്. ഭഗവാന്റെ ഒറിജിനാണ് ബ്രഹ്മം. അപ്പൊ നമ്മളൊക്കെ ആരായിട്ട് മാറും? ഭഗവാന് തുല്യമായിട്ട് മാറും. നമ്മളിലൊക്കെ കുറേ പുലിംഗങ്ങളുണ്ട്, സ്പാർക്കുകളുണ്ട്. ഈ സ്പാർക്കുകളൊക്കെ കൂടുമ്പോഴാണ് ഭഗവാൻ എന്നുണ്ടാവുന്നത്. കുറേ കിരണങ്ങളുണ്ട്, സൂര്യകിരണങ്ങൾ. അതിൽ ഓരോ കിരണങ്ങളും സൂര്യന്റെ അംശങ്ങളാണ്. അതുപോലെ ഭഗവാൻ എന്ന സങ്കല്പത്തിന്റെ അംശങ്ങൾ ആണ് നമ്മളൊക്കെ. ആ അംശങ്ങളിൽ കത്തിച്ചൊരിക്കുന്ന അംശങ്ങൾ ഉണ്ടാവാം, പുകഞ്ഞു തീരുന്ന അംശങ്ങളും ഉണ്ടാവാം, പ്രകാശം കാണാതെ പോകുന്ന അംശങ്ങളും ഉണ്ടാവാം. അതെവിടെ കത്തിത്തീരുന്നുണ്ടോ, പുകഞ്ഞു തീരുന്നുണ്ടോ അവയിൽ ബ്രഹ്മം കുറയും. ബ്രഹ്മം എന്ന് പറയുന്നത് ഹൃദയ മുഖര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. എന്ത് രസകരമായിട്ടാണ് പിന്നെ ഈ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നമ്മളെ പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും ശ്രവിക്കാനും ചിന്തിക്കാനും ഒക്കെ ഗുണം ചെയ്യുന്ന തോട്ട് പ്രോസസ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒറിജിനായിട്ട് മാറും. സപ്തശുദ്ധിയിലുണ്ട്. ഇതെൻ്റെ ഒരു ശ്ലോകത്തിൻ്റെ കളക്ഷനാണ്. ഇതിനകത്ത് സപ്തശുദ്ധി എന്ന് പറഞ്ഞിട്ട് ശ്ലോകം കാണാം. ശുദ്ധമന്ത്രങ്ങളിൽ ഏറ്റവും നല്ല ശുദ്ധം വേണ്ടത്, ഇപ്പൊ തിരുമേനി വന്നിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറയുന്നത്, തിരുമേനി പറയുന്നത് ഭഗവാൻ കേൾക്കണം. എങ്ങനെയുള്ള ആള് പറഞ്ഞാലേ കേൾക്കുക? ഇപ്പൊ ഭഗവാൻ അവിടെ ഇരുത്തണം അല്ലെ? ആവാഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ വിളക്കിലേക്ക് ഭഗവാനെ ഞാൻ വെച്ച് കൊണ്ടുവരാണ്. വിളിക്കുമ്പോൾ ആകമാർത്തന്തു ദേവാന ഗമനാർത്തന്തു രാക്ഷസ ആദ്യം ചൊല്ലുന്ന മന്ത്രത. ആകമാർത്തന്തു
ദേവാനാം, ദേവ ഇവിടെ വരും. ഇവിടെ വല്ല പിശാചുക്കളുണ്ടെങ്കിൽ ഗമനാർത്ഥന്തു രാക്ഷസാം, രാക്ഷസന്മാർ പോയിക്കൊള്ളാൻ പറയും. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രസാദമൊക്കെ ആര് കൊണ്ടുപോകും? രാക്ഷസൻ കൊണ്ടുപോകും. അപ്പൊ ഇന്ന് നടയടച്ച് നാളെ കാലത്ത് തുറന്നാലും അവിടെ എന്തെങ്കിലും മോശം എനർജി ഉണ്ടെങ്കിൽ ആ എനർജി ഇല്ലാണ്ടാക്കാൻ ആരാ പറയേണ്ടത്? പൂജാരി. ഈ പൂജാരി പറഞ്ഞാൽ കേൾക്കുന്ന ആളാവണ്ടേ പിശാചും ഭഗവാനും ഒക്കെ. അപ്പോഴല്ലേ വരാൻ പറയുമ്പോൾ വരും, പോവാൻ പറയുമ്പോൾ പോവുക ചെയ്യും. എല്ലാ പൂജാരിമാരും പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെ ആവണമെങ്കിൽ എന്ത് കഴിവുണ്ടാവണം? ആ കഴിവിനെയാണ് സത്വശുദ്ധി എന്ന് പറയാം. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം പരിജാമി പാത്മാ ഭൂയാ സംഘസ്വാഹ വാക്മനചക്ഷു ശ്രോത്രഘ്രാണജിഹ്വാനേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം. ഞാൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രാണൻ, അതിനകത്ത് ഓക്സിജൻ 20% ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ഉണ്ടാവും. ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ പോവുക. 4.04% മാറും കാർബൺ ഡൈ ഓക്സൈഡ്. 20% ഓക്സിജൻ ഉള്ളത് 16% കുറയും. കാരണം എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പെർസെൻറ്റേജ് ഉണ്ടോ അത് ഈ ഓക്സിജനെ കൺവേർട്ട് ചെയ്തിട്ട്, കാരണം എൻ്റെ ശരീരം ആകെ പൊല്യൂട്ടഡ് ആണ്. കുറേ ചിന്തകളും ദുഷ്ടചിന്തകളൊക്കെ എത്ര നടക്കുന്നുണ്ടോ അത്രയും പൊല്യൂഷൻ കൂടും. ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയത്ത് എൻജിൻ വർക്ക് ചെയ്യുന്ന പോലെയാണ്. നല്ല പെട്രോളാണ് കത്തുക, പക്ഷെ പുറത്ത് പോകുന്ന പുകയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ എയർ വലിച്ചെടുത്താൽ പുറത്തേക്ക് പോകുന്നത് കുറേ പൊല്യൂട്ടഡാണ്. ഒരു പൂജാരിയുടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അകത്ത് പോയിരുന്ന അതേ ശുദ്ധതയോടുകൂടി വായു പുറത്തു പോകണമെന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല? ഒരു അഴുക്കുമില്ലാത്തൊരു ശരീരം. പുറത്തെ അഴുക്കല്ല പറയണത്, ശരീരത്തിനകത്ത്. നമ്മൾ നല്ലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കഴുകണം. കഴുകിയിട്ട് പുറത്ത് കളയുമ്പോൾ വെള്ളം കുറച്ച് മോശമില്ലേ? ആവുമോ? ഇല്ല. ഈ കഴുകണ പാത്രം നല്ല പാത്രമാണെങ്കിലോ എത്ര കുളിക്കിയാലും വെള്ളം കേടാവുമോ? ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള പാത്രം എത്ര കഴുകിയാലും ഞാൻ ഒഴിച്ച അതേ ശുദ്ധതയോടുകൂടി വെള്ളം പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഏത് പാത്രമാണോ അതുപോലെ ശുദ്ധമാവണം തിരുമേനിമാരുടെ. ആണോ? അങ്ങനെയുള്ള തിരുമേനിമാർ പറഞ്ഞാലേ ആര് കേൾക്കുള്ളൂ? ഭഗവാൻ കേൾക്കുള്ളൂ. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം. ഞാൻ പുറത്തു വിടുന്ന എയറും ഉള്ളിലെടുക്കുന്ന എയറും ഒരേപോലെ ശുദ്ധമാവണം. ശുദ്ധമാണെന്ന് പറഞ്ഞില്ല, ഏതാ വായുവാണ്. കാരണം അശുദ്ധമായ ഒരു സ്ഥലത്ത് വലിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അശുദ്ധ വായുവാണ്, കുഴപ്പമില്ല. അതന്നെ അതേപോലെ പോയാൽ മതി. അതിന് ഒരു അംശം പോലും കൂട്ടരുത്. അങ്ങനെ ഉണ്ടായ കഴിവുള്ളവരാണെന്നാണ്. പിന്നെയോ വാക് മന ചക്ഷു ശ്രോത്ര ഘ്രാണ ജിഹ്വാരേതോ ബുദ്ധിയാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എൻ്റെ വാക്കുകൾ ശുദ്ധമാവണം. തിരുമേനിയുടെ നാവിൽ നിന്ന് ഒരു അശുദ്ധ വാക്കും വരാൻ പാടില്ല. ഉണ്ടാവൂ? ദേഷ്യപ്പെടാത്ത ഒരവസ്ഥയിലൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും വരാൻ പാടില്ല. ചിന്തകള് വാക്ക് മന. എപ്പോഴാ വാക്ക് എവിടുന്നാ വരുന്നത്? മനസ്സെന്നാണ് വരുന്നത്. മനസ്സ് ചീത്തയാവുമ്പോഴാണ് വാക്കുകൾ ചീത്തയാവുന്നത്. അപ്പൊ വാക്ക് ശുദ്ധമാവണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. വാക്ക് മന. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഞാൻ കാണുന്നത് ശുദ്ധമാവണം. കാണുന്നതെല്ലാം ശുദ്ധമാവണമെന്നില്ല. ആ കാണുന്നതിൽ ശുദ്ധത മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറണം. അതാണ് അതിനർത്ഥം. ചക്ഷു ശ്രോത്ര, കേൾക്കുന്നത് ശുദ്ധമാവണം. എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതിനകത്ത് നല്ല കാര്യം കേൾക്കുള്ളൂ. ഘ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എൻ്റെ സങ്കല്പങ്ങൾ ശുദ്ധാവണം, എൻ്റെ ബുദ്ധി ശുദ്ധാവണം. ഈ ശുദ്ധതയ്ക്കൊക്കെ തുടക്കത്തിലുള്ള എനർജി എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ. അതുകൊണ്ടാണ് ബ്രഹ്മം ഉള്ളിൽ ഉള്ളവനാണ് ബ്രാഹ്മണ്യമുള്ളവൻ. ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മം ഉള്ളിലുണ്ടെന്ന് അറിയുന്നവനാണ്. അവർക്ക് മാത്രമേ ഇത്തരം വാക് മന ചക്ഷു ശ്രോത്ര ഘ്രാണ ജിഹ്വാരേതോ. ജിഹ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത എന്തോ സംഭവം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എന്ത് രസം എന്നാലോചിച്ചു. അങ്ങനെ കുറെ മനോബുദ്ധിരഹങ്കാര ചിത്തം മേ ശുദ്ധ്യന്താം. മനസ്സും അഹങ്കാരവും ബുദ്ധിയും ചിത്തും ഒക്കെ ശുദ്ധാക്കണം. അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം മേ ശുദ്ധ്യന്താം. എൻ്റെ ശരീരം മാത്രം പോരാ, എൻ്റെ ചുറ്റുമുള്ള ആനന്ദം പോലും ശുദ്ധാവണം. ഈ ശ്ലോകങ്ങൾ സപ്തശുദ്ധി എന്നാണ് പറയുക. ഇത് ഒരു നല്ല പൂജാരിക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമാണെന്നാണ് പറയുക. ഓക്കെ.
ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ വളരെ സന്തോഷം. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു അരുവി മർദ്ദനം എന്നല്ല അരുവി മർദ്ദനം എന്നാണ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കാരണം ഞാൻ രണ്ടും കേട്ടിട്ടുണ്ട്, പാഠഭേദങ്ങളുണ്ട്. നമ്മൾ ഏറ്റെടുക്കേണ്ടത് ശബരിമല വെബ്സൈറ്റ് അതോറിറ്റി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണെന്നാണ് വിശ്വാസം. ശബരിമലയിലെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അരുവി മർദ്ദനം എന്ന് തന്നെയാണ്. പക്ഷേ വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ വേറെ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൈറ്റ്, അതിനകത്ത് പോയാൽ അരുവി മർദ്ദനം എന്നാണ്. ഏതായാലും ഇത് എഴുതിയിട്ടുള്ള അയ്യർ വെങ്കയ്യ അയ്യർക്ക് എന്താണ് എഴുതിയതെന്ന് ആർക്കും അറിയില്ല. അത് ആദ്യം ചൊല്ലിയിട്ടുള്ളത് യേശുദാസ് അല്ല, അതിനു മുമ്പ് എന്ത് സ്വാമിയാണ്? ബോബ് അല്ല ശബരിമലയിൽ